1934 സരസ്വതി ഭഗവതി കനിഞ്ഞനുഗ്രഹിച്ച മഹാനായ സ്വാതിതിരുനാൾ മഹാരാജാവാണ് പൂജപ്പുര ഈ ക്ഷേത്രത്തിൻ്റെ വിപുലതയ്ക്കും മഹത്വത്തിനും വലിയ പങ്കുവഹിച്ചൊരു വ്യക്തി. ആ സ്വാതിതിരുനാൾ മഹാരാജാവായിരുന്നു ആദ്യമായി നായന്മാരും നമ്പൂതിരി അല്ലാത്ത ഒരു ആളിനെ പോലീസ് ചീഫ് അല്ലെങ്കിൽ അമനാദാരായി അപ്പോയിൻ്റ് ചെയ്തു. അമനാദാരൻ്റെ മുത്തച്ഛൻ്റെ അങ്കിളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതിതിരുനാളിനോടൊപ്പം ഇതിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ സന്തതി പരമ്പര എന്ന നിലയ്ക്ക് ഇവിടെ വരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മഹാനവമിയുടെയും വിജയദശമിയുടെയൊക്കെ ഉത്സവങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ കൊച്ചുമകൻ്റെ മകനായിരുന്ന സുദർശന ചക്രവർത്തിയായിരുന്നു. 3600 വർഷത്തിനു മുമ്പ് എങ്ങനെയാണ് സുദർശന ചക്രവർത്തി ഈ നവരാത്രിയുടെ ഉത്സവം തുടങ്ങിയതെന്ന് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദേവീ ഭാഗവതത്തിൻ്റെ ആദ്യ ശ്ലോകങ്ങളിൽ വേദവ്യാസൻ കൃത്യമായി അത് പറയുന്നുണ്ട്. അയോധ്യ ഭരിച്ചിരുന്ന ധ്രുവാസന്ധി എന്ന രാജാവുണ്ടായിരുന്നു. ഈ ധ്രുവാസന്ധി ശ്രീരാമേന്ദ്ര ഭഗവാന്റെ കൊച്ചുമകൻ്റെ മകനാണ്. ധ്രുവാസന്ധി രാജാവ് 2 തവണ വിവാഹം കഴിച്ചു. ആദ്യ വിവാഹം കഴിച്ചത് കലിംഗ രാജ്യത്തിലെ ഒറീസയിലെ വീരസേനൻ രാജാവിൻ്റെ മകൾ മനോരമയായിരുന്നു. ആ മനോരമയിലുണ്ടായ മകനാണ് സുദർശന ചക്രവർത്തി. ധ്രുവാസന്ധി രാജാവ് 2ാമതൊരു കല്യാണത്തിന് പോയി. അത് ഉജ്ജയിനിയിലെ രാജാവായിരുന്ന യുധാജിത്തിൻ്റെ മകൾ ലീലാവതിയായിരുന്നു. ഈ യുധാജിത്ത് ദശരഥ മഹാരാജാവിൻ്റെ 2ാമത്തെ പട്ടമഹർഷി കൈകേയിയുടെ സഹോദരനായിരുന്നു. ദശരഥ മഹാരാജാവ് 53 സ്ത്രീകളെ കല്യാണം കഴിച്ചിരുന്നു. അതിൽ 3 പേര് പട്ടമഹർഷികളായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. ബാക്കി 50 ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ സ്റ്റെപ്പിനികളായിരുന്നു. ഇതിലെ കൈകേയിയുടെ സഹോദരൻ യുധാജിത്തിൻ്റെ മകൾ ലീലാവതിയെ ധ്രുവാസന്ധി രാജാവ് 2ാമത് കല്യാണം കഴിച്ചു. ആ ലീലാവതിയിലൊരു മകനുണ്ടായി. അതാണ് ശത്രുജിത്ത് എന്ന രാജകുമാരൻ. സുദർശന രാജാവിന് 10 വയസ്സായപ്പോൾ ധ്രുവാസന്ധി രാജാവ് വേട്ടയാടാൻ പോയി. അവിടെ വെച്ചൊരു സിംഹം പിടിച്ച് കടിച്ചങ്ങ് തിന്നു. സിംഹം ആക്രമിച്ചു എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം സംഭവം നടന്ന ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗിർ വനത്തിൽ മാത്രമേ ഇന്ത്യയിൽ സിംഹങ്ങളുള്ളൂ. അയോധ്യയിൽ നിന്ന് 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ധ്രുവാസന്ധി രാജാവ് ഈ സിംഹത്തിൻ്റെ കയ്യിൽ പോയി പെടുന്നത്. ധ്രുവാസന്ധി രാജാവ് മരിച്ചപ്പോൾ നിയമപ്രകാരം 1ാം ഭാര്യയുടെ മൂത്ത മകനായ സുദർശനാണ് അടുത്ത രാജാവാകേണ്ടത്. പക്ഷേ ഉജ്ജയിനിലെ രാജാവ് തീരുമാനിച്ചു തൻ്റെ മകളുടെ മകൻ രാജാവാകണം. അതുകൊണ്ട് യുധാജിത്ത് ഒരു സൈന്യവുമായി നേരെ അയോധ്യയിലെത്തി. ഉജ്ജയിനിയിൽ നിന്ന് അയോധ്യയിലെത്താൻ കഷ്ടിച്ച് 700 കിലോമീറ്ററേ ഉള്ളൂ. അയാൾ 2-3 ദിവസം കൊണ്ട് എത്തി അവിടെ. യുധാജിത്ത് സൈന്യത്തെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കൊച്ചുപോനെ രാജാവാക്കുമെന്ന് കേട്ടപ്പോൾ ഒറീസയിൽ നിന്ന് കലിംഗദേശത്ത് നിന്ന് വീരസേനൻ സൈന്യമായിട്ട് വന്നു. 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ മനോരമയുടെ അച്ഛൻ വീരസേനൻ കൊല്ലപ്പെട്ടു. ഇനി അവിടെ നിന്ന് അപകടമാണെന്ന് മനോരമ തമ്പുരാട്ടിക്ക് മനസ്സിലായി. മനോരമ മകനെയും കൂടെ കൂട്ടി വിശ്വസ്തനായ ഒരു മന്ത്രിയുടെ സഹായത്തോടു കൂടി ഋഷ്യശൃംഗ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് പെട്ടു. ഋഷ്യശൃംഗ മുനി നിങ്ങൾക്ക് എനിക്കറിയാവുന്ന പോലെ വാത്മീകി മഹർഷി രാമായണം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ വേടൻ ഒരു യുവമിഥുനങ്ങളായ പക്ഷികൾ ഒന്നിനെ അമ്പ് താഴെ വീഴ്ത്തി. അപ്പോൾ വാത്മീകി മഹർഷി മാ നിഷാദ പ്രതിഷ്ഠാന്ത എന്ന ശ്ലോകം ചൊല്ലി. അത് ചൊല്ലുമ്പോൾ വാത്മീകിയോടൊപ്പം ഉണ്ടായിരുന്ന ഋഷിയാണ് ഋഷ്യശൃംഗ മുനി. ആ ഋഷ്യശൃംഗൻ ഇത് കേട്ടു. അദ്ദേഹം അഭയം കൊടുത്തു. മറ്റൊരു പേര് ഭരദ്വാജമുനി എന്നാണ്. ഭരദ്വാജമുനി
ഭരദ്വാജമുനി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ഭരദ്വാജമുനിയാണ് ഈ മാനിഷാദ കേട്ട ആൾ. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് മറ്റേത്. ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് യുധാജിത്ത് രാജാവ് സൈന്യമായിട്ട് വന്നു. ഭരദ്വാജമുനി ഇറങ്ങി വന്നു. നീ ആ അയോധ്യയിൽ പോയി വേല കാണിച്ച പോലെ ഇവിടം കാണുന്ന വേല കാണിച്ചാണല്ലോ, ശപിച്ച് എന്നെ ഭസ്മമായി കളയെന്ന് പറഞ്ഞു. ദുർവാസാവ് മഹർഷിയുടെ കൂട്ട് ശക്തിയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയ യുധാജിത്ത് പിന്മാറി. അങ്ങനെ മനോരമയും മകൻ രാജകുമാരനും കൂടി സുദർശന രാജകുമാരനോട് താമസിക്കുമ്പോൾ കാളി ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ക്ലീബ മന്ത്രം, കാമരാജ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നിഷാദ രാജാവോടെ വന്നു. മുനിയെ കാണാനാണ്. ഭരദ്വാജമുനിയെ കണ്ട്, രാജകുമാരനെ കണ്ട് അദ്ദേഹം ഒരു പറക്കുന്ന തേര് കൊടുത്തു. ഇനി യുധാജിത്ത് ആക്രമിക്കാൻ വന്ന ഈ തേരിൽ കയറി യുദ്ധം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കാശി രാജാവ് ഭരദ്വാജമുനിയെ കാണാൻ വന്നു. കാശി രാജാവ് മനസ്സിലായിക്കോണം, ദശരഥ രാജാവിൻ്റെ മൂന്നാമത്തെ ഭാര്യ സുമിത്ര കാശി രാജകുമാരിയായിരുന്നു. ദശരഥൻ മരിച്ചപ്പോൾ കൗസല്യം കൈകയും സതി അനുഷ്ഠിച്ചില്ല. ഈ സുമിത്രയാണ് തീ ചാടി സതി അനുഷ്ഠിച്ചത്. ഈ സുമിത്രയുടെ സഹോദരൻ്റെ മകനാണ് കാശിരാജാവ്. കാശിരാജാവ് വന്ന് ഭരദ്വാജമുനിയെ കണ്ടപ്പം നല്ല സുമുഖൻ, നല്ല അറിവുള്ളവൻ, നല്ല സ്വഭാവമുള്ള ഈ രാജകുമാരനെ കണ്ടു, സുദർശൻ രാജകുമാരൻ. അദ്ദേഹം തിരിച്ച് കാശി ചെന്നിട്ട് ഭരദ്വാജമുനിയെ കാണാൻ ചെന്നപ്പോൾ അവിടെ കണ്ട രാജകുമാരൻ്റെ കഥയൊക്കെ പറഞ്ഞു. രാജാവിൻ്റെ മകൾ ശശികലയ്ക്ക് കലശലായ പ്രേമം. കണ്ടിട്ടില്ല, അച്ഛൻ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ചില വാട്സപ്പിൽ പ്രേമിക്കുന്നവരാണ് ഒരൊറ്റ പ്രേമം. എനിക്ക് ആ രാജകുമാരനെ കല്യാണം കഴിക്കും. രാജാവ് പറഞ്ഞു, ശരി, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. കാശിരാജ ഭരദ്വാജമുനിയെ അറിയിച്ചു, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ രാജ്ഞിയെയും സുദർശന രാജകുമാരനെയും കാശിയിലേക്ക് അയക്കുക, വാരണാസിയിലേക്ക് അയക്കുക. ഇപ്പോൾ പ്രയാഗരാജ് എന്ന സ്ഥലത്തിൻ്റെ പേര്, പ്രയാഗരാജ്, അങ്ങോട്ട് അയക്കാൻ. യുധാജിത്ത് രാജാവ് പിന്മാറിയെങ്കിലും ഭരതന്റെ ആശ്രമത്തിന് രഹസ്യ പോലീസിന് കിട്ടിയിരുന്നു. ഇവർ പുറത്തിറങ്ങുന്ന വിവരം യുധാജിത്ത് രാജാവിന് വിവരം കിട്ടി. ഋഷിയുടെ ആശ്രമത്തിൽ കയറിയല്ലുള്ള പ്രശ്നം. വഴിക്കിട്ട് അവരെ കൊല്ലാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ കാളി ഭഗവതി കൊടുത്ത കാമരാജ മന്ത്രം ഉപയോഗിച്ച് നിഷാദ രാജാവ് കൊടുത്ത പറക്കുന്ന തേരിൽ കയറി യുദ്ധം ചെയ്ത് യുധാജിത്തിനെ പരാജയപ്പെടുത്തി രാജകുമാരൻ. സുദർശന രാജകുമാരൻ പരാജയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ എൻ്റെ മുത്തച്ഛനെ കൊന്നു, പക്ഷെ നിന്നെ ഞാൻ കൊല്ലുകയില്ല. നീ ഇനി അയോധ്യ കുഴപ്പമുണ്ടാക്കരുത്, തിരിച്ചു പോക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അച്ഛനെ തിരിച്ച് ഉജ്ജയിനിയിലേക്ക് പറഞ്ഞയച്ചു. ഈ ഉജ്ജയിനിയിലാണ് പിന്നീട് കാളിദാസൻ ജനിച്ച് വളർന്ന സ്ഥലം, ഉജ്ജയിനി. വളരെ ശ്രദ്ധേയമായ ഈ സംഭവത്തിന് ശേഷം ശശികലയെ വിവാഹം കഴിച്ച് സുദർശന രാജാവ് അയോധ്യയുടെ ചക്രവർത്തിയായി. ശ്രീരാമ ഭഗവാന്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ ഗ്രാൻഡ് സൺ. സുദർശന ചക്രവർത്തി അയോധ്യ ഭരിക്കാൻ കയറിയപ്പം അതേ ഒരു കൽപ്പനയിട്ട്, എല്ലാ വർഷവും 9 ദിവസം കാളി ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവതിയുടെ 9 അവതാരങ്ങളെ സ്മരിച്ചുകൊണ്ട് 9 ദിവസം നവരാത്രി ആഘോഷിക്കണം. അങ്ങനെ 9 ദിവസം നവരാത്രി ആഘോഷിക്കുമ്പോൾ ദേവി ഭാഗവതത്തിൻ്റെ നവാഹവും നടക്കണം. ഇതായിരുന്നു സുദർശന ചക്രവർത്തി ഉത്തരവ്. അങ്ങനെ 3600 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ആരംഭിച്ചതാണ് നമ്മളിവിടെ ഈ ആഴ്ച ആഘോഷിക്കുന്ന ഇവിടുത്തെ നവരാത്രി പൂജ എന്ന് പറയുന്നു. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ 120ഓളം രാജ്യങ്ങളിൽ നവരാത്രി ആഘോഷിക്കുകയാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ നവരാത്രി ആഘോഷിക്കുമ്പോൾ ടെലിവിഷനിലൂടെ
140 രാജ്യങ്ങളിലിരുന്ന് കാണുകയാണ്, അവരോട് പങ്കെടുക്കുകയാണ്. വീട്ടിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുക എന്നത് സർവ്വമന്ത്രവും ആചാരമോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെലിവിഷൻ മുമ്പിൽ ഇരുന്നാൽ മതി. ഇന്ന് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ക്ഷേത്രം അമേരിക്കയിൽ ചിക്കാഗോയിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ലണ്ടൻ പട്ടണത്തിൽ പ്രസിദ്ധമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ നവരാത്രി ആഘോഷിക്കുന്നു. 6 മാസം മുമ്പ് വരെ ഹിന്ദുവായ ഋഷിഭക്ത പരമ്പരയുടെ പേരുള്ള ഋഷി സുനാക് എന്ന പ്രധാനമന്ത്രി തന്നെയാണ് നവരാത്രി ആഘോഷിച്ചത്. സിംഗപ്പൂരിൽ വലുതായ നവരാത്രി ആഘോഷമാണ്. ആഫ്രിക്കയിലെ കെനിയയിൽ വലിയ നവരാത്രി ആഘോഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ നവരാത്രിയുടെ ആഘോഷമാണ്. ഇന്തോനേഷ്യയുടെ ഒരു ദ്വീപ്, ബാലദ്വീപ് മുഴുവൻ 95% ഹിന്ദുവാണ്. അവിടെ നവരാത്രി വലിയ ഉത്സവമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, ഇന്തോനേഷ്യയിലാണ്. ബൊറോബുദൂർ ക്ഷേത്രം 1.5 കിലോമീറ്റർ നീളമാണ്. മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ പോയെങ്കിലേ ക്ഷേത്രത്തിൻ്റെ പുറകിലെത്താൻ പറ്റുള്ളൂ. ലോകത്തിലൊരു മതത്തിനും അത്ര നീളമുള്ള ഒരു ആരാധനാലയം ഇല്ല. അവിടെ മഹത്തായ നവരാത്രി ഉത്സവം നടക്കുകയാണ്. അങ്ങനെ 3100 വർഷത്തിനു മുമ്പ് ആരംഭിച്ച് ഇന്ന് 120ഓളം രാഷ്ട്രങ്ങൾ ആഘോഷിക്കുന്ന മഹത്തായ ഒരു ഉത്സവമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്ന നവരാത്രി ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. 9 രാത്രികൾ പ്രാർത്ഥനയിൽ കഴിയുന്നതുകൊണ്ടാണ് നവരാത്രി എന്ന് പേര് വന്നത്. എന്നാൽ കർണാടകത്തിൽ മാത്രം ഒരു 9 ദിവസം നിർത്തുകയില്ല. 9 ദിവസം കഴിഞ്ഞ് 10ാം ദിവസം അവർ ആഘോഷമായൊരു ഘോഷയാത്രയുണ്ട്. 1000 രഥങ്ങളുമൊക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര. അത് അവിടുത്തെ വടയാർ രാജാവ് തന്നെയാണ് നയിക്കുന്നത്. വടയാർ രാജാവ് നയിച്ച് അത് പരിസമാപ്തിയിലാവും. അതാണ് 10ാം ദിവസത്തെ ഉത്സവം. അത് കർണാടകത്തിൽ മാത്രമേ ഉള്ളൂ. 10ാം ദിവസം നടക്കുന്ന ഉത്സവമായതുകൊണ്ട് അതിനെ വിളിച്ച പേരാണ് ദസറ. 10ാമത്തെ ദിവസം, ദശം ദിവസം നടക്കുന്ന ഉത്സവം. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും നവരാത്രി, കർണാടകത്തിൽ മാത്രം ദസറ 10ാമത്തെ ദിവസവും കൂടിയുണ്ട്. ഈ നവരാത്രിയുടെ ഉത്സവം വളരെ ശ്രദ്ധാപരമായി മനസ്സിലാക്കണം. ഇന്ത്യയിലെ പല ഭാഗത്തും ഈ നവരാത്രി എന്താണെന്നുള്ളതിനെപ്പറ്റി വളരെ ശ്രദ്ധേയമായ വ്യാഖ്യാനങ്ങളാണ്. രാമായണ പാരമ്പര്യമുള്ള ബീഹാർ, ഈസ്റ്റേൺ UP, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലത്ത് അവർ പറയുന്നു, രാമൻ രാവണനെ വധിച്ച ദിവസത്തോടനുബന്ധിച്ചാണ് സുദർശന ചക്രവർത്തി ഈ നവരാത്രി ഉത്സവം പ്രഖ്യാപിച്ചതെന്നാണ് അവരുടെ വിശ്വാസം. അതൊക്കെ രാമായണ ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് രാമായണ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തിയ ദിവസമാണ് സുദർശന ചക്രവർത്തി നവരാത്രി ആഘോഷിച്ചത് എന്ന് ഒരു വിശ്വാസം. എന്നാൽ ദേവി ആരാധന ശക്തമായ ബംഗാൾ, ഒറീസ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ, അവിടെയൊക്കെ അവർ വിശ്വസിക്കുന്നത് ശ്രീരാമൻ രാവണവധത്തിനായി പോകുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെടുകയും സ്ത്രീയെ അപമാനിച്ച രാവണനെ കൊല്ലാൻ വേണ്ടി ശ്രീരാമനെ അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഭാഗം വാത്മീകിയുടെ രാമായണത്തിലാണ്. അങ്ങനെ കാളിദേവി വന്ന് ശ്രീരാമനെ രാവണവധത്തിനായി അനുഗ്രഹിച്ച ദിവസമാണ് നവരാത്രി എന്നാണ് ദേവി ആരാധന കൂടുതലുള്ള സ്ഥലത്ത് പറയുന്ന കഥ. എന്നാൽ പഞ്ചാബ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുർഗാ ഭഗവതി മഹിഷാസുരൻ ഉൾപ്പെടെ അസുരന്മാരെ കൊന്ന ദിവസം, അതാണ് നവരാത്രി എന്നാണ് പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ തുടങ്ങിയ മേഖലകളിൽ ആളുകൾ വിശ്വസിക്കുന്നത്. കാര്യം, അസുരന്മാരെ നിഗ്രഹിച്ച് ദുർഗാദേവി മഹത്വം കാണിച്ച ദിവസമാണ് നവരാത്രി എന്ന് അവർ പറയുന്നു. കേരളത്തിലും ബഹുഭൂരിപക്ഷം പേരും ദുർഗാ ഭഗവതി അസുരനെ കൊന്ന ദിവസമാണെന്നാണ് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ ദേശത്ത് ഓരോ രീതിയിലാണ് വിശ്വാസം. പക്ഷേ ഭഗവതി വിജയം വരിച്ച, അല്ലെങ്കിൽ ഭഗവതി ശക്തി കാണിച്ച ദിവസമാണെന്നുള്ള തർക്കമൊന്നുമില്ല.
എന്നാൽ ദേവീ ഭാഗവതത്തിൽ പറയുന്നു, യുധാജിത്തിനെ സുദർശന ചക്രവർത്തി പരാജയപ്പെടുത്തിയ ദിവസം ഭഗവതിയുടെ സഹായത്താലാണ് അത് പരാജയപ്പെടുത്തിയത്. കാമരാജ മന്ത്രത്തിൽ ശക്തിയാലാണ്. ആ പരാജയപ്പെടുത്തിയ ദിവസമാണ് നവരാത്രിയുടെ ദിവസം എന്നാണ് ദേവീ ഭാഗവത പ്രകാരം വിശ്വസിക്കുന്ന ജനം വിശ്വസിക്കുന്നത്. അപ്പം നവരാത്രി എന്താണെന്നുള്ളതിനെപ്പറ്റി 5 തിയറിയുണ്ട്. ഇഷ്ടമുള്ളത് വിശ്വസിച്ചു വരാം. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ ഓരോ സംഭവത്തെപ്പറ്റിയും നിരവധി കഥകളുണ്ടാവാം. അങ്ങനെയാണ് ഈ 5 കഥകളുള്ളത്. അവരവരുടെ വിശ്വാസപ്രകാരം അവരവർ വിശ്വസിച്ചുകൊള്ളാം. ഈ നവരാത്രി ആഘോഷിക്കുമ്പോൾ അതിന് വൈവിധ്യങ്ങളുണ്ട്. ഒരു പറ്റം പ്രദേശത്ത്, ഇന്ത്യയുടെ ഒരു 30% പ്രദേശത്ത് നവരാത്രി ദുർഗാപൂജയാണ് പ്രധാന പൂജ. ദുർഗാപൂജ. കാര്യം ദുർഗാദേവി അസുരന്മാരെ പരാജയപ്പെടുത്തിയ ദിവസമാണ് വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ ദുർഗാപൂജ വലിയ ഉത്സവമാണ്. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടായിരുന്ന, ഇന്ത്യയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടായിരുന്ന നളന്ദ, വിക്രമശില, ഉദന്തപുരി, ജഗഡ്തല മുഴുവൻ പ്രദേശങ്ങളിൽ സരസ്വതി ദേവി വിദ്യയുടെ ദേവതയായി മാറിയ വലിയ ഉത്സവമാണ് നവരാത്രി. അതുകൊണ്ടാണ് നവരാത്രിയുടെ ലാസ്റ്റ് ഡേയ്സിൽ എഴുത്തിനിരുത്തുക എന്ന് പറയുന്ന ഫങ്ഷൻ. മനുഷ്യൻ്റെ അറിവിൻ്റെ തുടക്കം ഈ നവരാത്രിയുടെ 9 ദിവസത്തിനിടയ്ക്കാണ് ചെയ്യേണ്ടത്. ഈ വർഷം അത് ഒക്ടോബർ 13-ാം തീയതിയാണ് എഴുത്തിനിരുത്തുക. അങ്ങനെ എഴുത്തിനിരുത്തുമ്പോൾ കാളിദാസൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കഥയിലാണ് എഴുത്തിനിരുത്തിൻ്റെ വലിയ ഉത്സവം വരുന്നത്. കാളിദാസൻ നിങ്ങൾക്കും എനിക്കറിയാവുന്നതുപോലെ ഒരു വിറകുവെട്ടുകാരനായിരുന്നു. വിറകുവെട്ടുകാരൻ. ആ വിറകുവെട്ടുകാരൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പണ്ഡിതയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ വാദത്തിൽ തോൽപ്പിക്കുന്ന ഒരു മനുഷ്യനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. എന്നേക്കാൾ അറിവുള്ള മനുഷ്യനായിരിക്കണം. ഒരുപാട് പേര് പെണ്ണ് കാണാൻ വന്നു. സാധാരണ പെണ്ണ് കാണാൻ വരുന്നൊരു സ്ത്രീയുടെ സൗന്ദര്യം നോക്കി, സ്വത്തൊക്കെ നോക്കി കെട്ടും. ഈ സ്ത്രീ പാണ്ഡിത്യം നോക്കിയേ കെട്ടുള്ളൂ. വരുന്ന ചെറുക്കന്മാരെയൊക്കെ അവൾ തോൽപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പം സേവകന്മാർ തീരുമാനിച്ചു, ഇവളെ ഒരു പാഠം പഠിപ്പിച്ചെന്ന കാര്യം. അങ്ങനെ അവർ നടന്നു വരുമ്പോഴാണ് ഇരിക്കുന്ന ശാഖ ഒരാൾ ഇരുന്ന് വെട്ടുന്നു. അവർ പറഞ്ഞു, ഹേ വിട്ടി, നീ ഇങ്ങനെ വെട്ടിയാലേ നീ താഴെ വന്നിട്ട് നീ ശാഖയെ മണി നീ ചത്തുപോകും. അവൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അയാൾ മരം വെട്ടി ശാഖ മുറിഞ്ഞപ്പോൾ പെട്ടെന്ന് താപ്പോട്ട് വരാൻ തുടങ്ങി. പക്ഷേ വരുന്ന വഴിക്ക് അവനൊരു മരത്തെ വേറൊരു ശാഖ പിടികിട്ടി. അതുകൊണ്ട് ചത്തില്ല. അവൻ താഴെ വന്നു. അവനെ വിളിച്ചോണ്ട് നേരെ പണ്ഡിതയായ സ്ത്രീയുടെ അടുത്ത് വന്നു. പണ്ഡിതയായ സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ ആ സ്ത്രീയുടെ വീടിൻ്റെ ഭിത്തിയിൽ രാമരാവണ യുദ്ധം വരച്ചു വെച്ചിട്ടുണ്ട്. രാവണനെ കണ്ടുടനെ ഈ വിറകുകൂട്ടുകാരൻ പറഞ്ഞു, രാവണ രാവണ എന്ന്. സ്ത്രീ പറഞ്ഞു, ഇവനൊരു വിഡ്ഢിയാന്ന് തോന്നല്ലോ, ഇവൻ രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. അപ്പം അവിടെ ഒന്നൊരു പണ്ഡിതൻ പറഞ്ഞു, തെറ്റ് നിനക്കാണ്. അവൻ പറഞ്ഞാണ് ശരി. കാര്യം വാത്മീകി അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ കൈകസിയുടെ മക്കളെപ്പറ്റി പറയുന്നുണ്ട്. കുംഭകർണോ ബകാരോസ്തി വിഭീഷണ രാക്ഷസാനാം കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണ. കൈകസിയുടെ 3 മക്കളുടെ പേരും രണ്ടാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ ഭ, വിഭീഷണൻ ഭ. അങ്ങനെ ഈ മൂത്ത മോൻ്റെ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്താൻ നടക്കുന്ന സ്വഭാവമാണ്. പാമ്പിൻ്റെ പണം പൊക്കി കൊത്താൻ പോകുന്നത്. നാട്ടുകാർ പറഞ്ഞ രാവണൻ അങ്ങ് രാവണനായിപ്പോയി എന്നാണ് വാത്മീകി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ തോൽവി സമ്മതിച്ചു. അപ്പോൾ വിറകുകൂട്ടുകാരൻ്റെ പേര് രുദ്രൻ എന്നാണ്. ആ രുദ്രനെ കല്യാണം കഴിച്ചു. ആദ്യ രാത്രി 12 മണിയായപ്പോഴേക്ക് അവൾക്ക് മനസ്സിലായി, ഇവനൊരു വെട്ടി കുശ്മണ്ഡം നമ്പർ 1. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈശ്വരൻ കൊടുക്കുന്ന അനുഗ്രഹമുണ്ട്. ആദ്യ രാത്രി 12 മണിയാകുമ്പോഴത്തേനും സ്ത്രീക്ക് മനസ്സിലാവും ഭർത്താവ് എത്രയ്ക്കുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാവും. ഭർത്താക്കന്മാർ
30 കൊല്ലം കൂടെ കൊണ്ടു നടന്നാലും ഭർത്താക്കന്മാർക്ക് മനസ്സിലാവത്തില്ല ഭാര്യ ഏത് ടൈപ്പാണ്. അതാണ് പുരുഷന്മാരുടെ കുഴപ്പം. നിർമ്മാല്യ സിനിമ അവസാനിക്കുമ്പം ഭാര്യ ഒരു മുസ്ലിമിൻ്റെ കൂടെ പിഴച്ചുപോയി എന്നറിഞ്ഞ ആ വെളിച്ചപ്പാട് പറയുകയാണ്, എൻ്റെ 4 മക്കളെ പ്രസവിച്ച നീയാണോടി ഇത് ചെയ്തത് എന്നാണ്. ഞാൻ തലശ്ശേരി ASP ആയിരുന്നു. 22 വർഷം ഭാര്യയായിട്ടിരുന്ന സ്ത്രീ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഓടിക്കളഞ്ഞു. ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു, നിൻ്റെ കൂടെ 22 കൊല്ലം താമസിച്ചില്ല, നിനക്ക് മനസ്സിലായില്ലേ സ്ത്രീ എങ്ങനെയാണ്? മനസ്സിലായില്ല സാറേ. ഇതാണ് പുരുഷൻ്റെ കുഴപ്പം. സ്ത്രീകൾ അങ്ങനെയല്ല. ഫസ്റ്റ് നൈറ്റിൽ സ്ത്രീക്ക് മനസ്സിലാവും ഭർത്താവ് എത്രയ്ക്കുണ്ടെന്ന്. നേരം വെളുത്തപ്പോൾ രുദ്രനെ അടിച്ച് പുറത്ത് കളഞ്ഞു. രുദ്രൻ നേരെ നടന്ന് കാളീക്ഷേത്രത്തിൽ വന്നു. കാളി ഭഗവതി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പോലീസ് ഭാഷയെ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോയിരിക്കുകയായിരുന്നു. കാളീക്ഷേത്രത്തിൽ പട്ടാപ്പകൽ പോലും കയറിയിരിക്കാൻ പുരുഷന്മാർ പോലും ധൈര്യപ്പെടുകയില്ല. ആ കാളീക്ഷേത്രത്തിൽ അർദ്ധരാത്രിയിൽ ഇവൻ അകത്ത് കയറി കഥ അടച്ചു. കാളി ഭഗവതി ജനക്ഷേമമൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നു. അകത്താരാണ്ടിരിക്കുന്നു. ഭഗവതി ചോദിച്ചു, അകത്താരെ? അവൻ പറഞ്ഞു, പുറത്താരെ? 2 തവണ ചോദിച്ചപ്പം കാളി ഭഗവതി പറഞ്ഞു, പുറത്തെ കാളി. അവൻ പറഞ്ഞു, അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായത്. കാളിദാസ, നിനക്ക് എന്ത് വേണം? അവൻ പറഞ്ഞു, എനിക്ക് വിദ്യ വേണം. ശരി. കാളി ഭഗവതി പറഞ്ഞു, നിന്റെ നാക്ക് ആ താക്കോൽ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു. അങ്ങനെ രുദ്രൻ താക്കോൽ ദ്വാരത്തിനുണ്ടായിക്കോട്ടെ നാക്ക് പുറത്തേക്ക് നീട്ടി. ആ രുദ്രൻ്റെ നാക്കിൽ കാളി ഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. ഗണപതി വിഘ്നേശ്വരനാണ്. ഈ വിദ്യ കൊടുത്തവൻ്റെ വിദ്യയ്ക്ക് യാതൊരു വിഘ്നം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. നിങ്ങൾ ഞാനൊക്കെ എഴുതാനിരിക്കുമ്പോൾ ഹരിശ്രീ എഴുതുന്നത് കാളിദാസൻ്റെ നാക്കിൽ കാളി ഭഗവതി എഴുതാണ്. അതോടെ കാളിദാസന് അറിവുണ്ടായി. അവൻ അറിവുമായി നടന്ന് വീട്ടിൽ വന്നു, ഭാര്യയുടെ വീട്ടിൽ വന്നു. അവൻ്റെ അറിവ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ അമ്പരന്ന് പോയി. രാത്രി വെഡ്ഡി കൂസ്മാണ്ടൊന്ന് ഇറക്കി വിട്ട് ഒരുത്തൻ അപാര അറിവ് പറയുന്നു. ആ സ്ത്രീ ചോദിച്ചു, അസ്ഥി കജിത് വാഗ്വിലാസ. ഓ, എന്തൊരു വാഗ്വിലാസം, എന്തൊരു അറിവ് ഈ മനുഷ്യന്. കാളിദാസം, ഇനി എന്നോട് ബന്ധമൊന്നുമില്ല, നീ എന്നെ അടിച്ച് പുറത്ത് കളഞ്ഞല്ലേ, പക്ഷെ നീ പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകാവ്യം എഴുതാൻ പോവാണ്. കാളിദാസൻ എഴുതിയ ആദ്യ മഹാകാവ്യം കുമാരസംഭവമാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ അസ്ഥി. ഭാര്യ പറഞ്ഞ ആദ്യത്തെ വാക്കാണ്. അത് വെച്ചാണ് ആദ്യത്തെ മഹാകാവ്യം. രണ്ടാമത് കാളിദാസൻ മേഘസന്ദേശം എഴുതി. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖജിദ് എന്ന് പറഞ്ഞ വാക്ക് എത്താണ് തുടങ്ങും. മൂന്നാമത് കാളിദാസൻ രഘുവംശം എഴുതി, 3ാമത്തെ മഹാകാവ്യം. തുടങ്ങുന്നത് ഭാര്യ പറഞ്ഞ 3ാമത്തെ വാക്കാണ്. വാഗ്വിലാസ വാണി ഗണപതി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ അസ്ഥി ഖജിദ് വാഗ്വിലാസ എന്ന 3 വാക്കുകൾ വെച്ച് 3 മഹാകാവ്യം എഴുതി കാളിദാസൻ. അപ്പം ഇങ്ങനെ അറിവിൻ്റെ ദേവതയായി കാളി ഭഗവതി പരിലസിച്ച ആ എഴുത്തിനിരുത്ത് നവരാത്രിയുടെ 9ാമത്തെ ദിവസം കുട്ടികളൊക്കെ എഴുത്തിനിരുത്തും. അങ്ങനെ നവരാത്രിയോടനുബന്ധിച്ച എഴുത്തിനിരുത്തുന്ന സമയത്ത് എഴുത്തിനിരുത്തിയാൽ ആ എഴുതുന്ന കുട്ടി വലിയ പണ്ഡിതനായിത്തീരും. ആ കുട്ടിയുടെ അറിവ് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. അപ്പോൾ കാളി ഭഗവതി അറിവ് പകർന്നതിൻ്റെ ഭാഗം നവരാത്രിയുടെ ഒരു ഭാഗമാണ്. വിജയദശമി എന്ന് പറയുന്ന അസുരന്മാരെ ദുർഗാഭഗവതി പരാജയപ്പെടുത്തി വിജയം വരിച്ച ദിവസം വിജയദശമി. ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തിയ ദിവസം വിജയദശമി. ശ്രീരാമനെ രാവണനെ പരാജയപ്പെടുത്താൻ ദുർഗാഭഗവതി അനുഗ്രഹിച്ച ദിവസം വിജയദശമി. അപ്പോൾ വിജയദശമി അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ 9 ഭാഗങ്ങളാണ്. പക്ഷെ അതിൽ 2ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അന്നാണ് കുമാരി പൂജ. കുമാരി പൂജ. പെൺകുട്ടികളുണ്ടായാൽ ആ പെൺകുട്ടിയെ ആര് കണ്ടാലും ആകർഷണമുള്ള ഒരു പെൺകുട്ടിയാവണം. ആ പെൺകുട്ടിയെ അറിവ് കൊണ്ടും ഉദ്യോഗപരമായും വളരെ ഉയർന്ന നിലകളിലെത്തണം. അതിനുവേണ്ടി 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ ദേവിയായി സങ്കല്പിച്ച് ഒരു പീഠത്തിലിരുത്തി അവൾക്ക് നമ്മൾ സ്തുതി പാടും. അതാണ് കുമാരി പൂജ.
കുമാരി പൂജ ഈ നവരാത്രിയുടെ ഒരു ദിവസമാണ് കുമാരി പൂജ. വിജയദശമിയുടെ അന്ന് രാത്രിയിൽ സന്ധ്യയാവുമ്പം ബംഗാളിലും ബീഹാറിലും ഒക്കെ ഭയങ്കര ഉത്സവമാണ്, ഒറീസയിലൊക്കെ ഭയങ്കര ഉത്സവമാണ്. അന്ന് 8 ദിവസത്തെ പൂജകൾക്ക് ശേഷം ദുർഗാ ഭഗവതിയുടെ വലിയ, കാളി ഭഗവതിയുടെ വലിയ ശില്പം ഉണ്ടാകും. കച്ചിയും വൈക്കോലും തുണിയൊക്കെ ചേർത്ത് വലിയ രൂപം ഉണ്ടാകും. എന്നിട്ട് ആഘോഷമായി എഴുന്നള്ളിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഗംഗാ നദിയിലോട്ട് കൊണ്ട് അങ്ങ് പ്രാർത്ഥന ചൊല്ലി അങ്ങ് നിമഞ്ജനം ചെയ്യും. അതാണ് ദേവീ പൂജ, ദേവീ സ്നാനം എന്നൊക്കെ പറയും. ബംഗാളിലും ഒറീസയിലും ഭയങ്കര ഉത്സവമാണ്. കണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റും, അത്ര വലിയ ഉത്സവമാണ്. കർണാടകത്തിൽ വരുമ്പോഴേക്കും നിങ്ങൾ ദസറ കണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ദസറ 2-3 ലക്ഷം പേര് ഇങ്ങനെ എഴുന്നള്ളിച്ച് കാളി ഭഗവതിയും കൊണ്ടൊരു വരവാണ് ദസറ. ഭയങ്കര ഉത്സവമാണ്. അപ്പോൾ ഈ 9 ദിവസവും 9 ഡിഫറെൻ്റ് ഉത്സവങ്ങളാണ്. ദേവീപൂജ അടക്കം, വിജയദശമി അടക്കം, എഴുത്തിനിരുത്തും, കുമാരി പൂജ ചെയ്യും. ഇങ്ങനെ 9 കാര്യങ്ങളാണ്. ഇവിടെ വന്ന സന്യാസിമാരാരെങ്കിലും ആ 9 പൂജകളെപ്പറ്റി പറഞ്ഞിരിക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 64 മന്ത്രങ്ങളാണ്. 64 മന്ത്രങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ 8 മന്ത്രം ഒരു ദിവസം വെച്ചിട്ട് 64 മന്ത്രം ചൊല്ലും. പിന്നെയാണ് ലാസ്റ്റ് പൂജ വരുന്നത്. 64 മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥവും സാവധാനം എഴുന്ന് വായിച്ചു നോക്കാം. അപ്പോഴാണ് ഈ വിജയദശമിയുടെയും എഴുത്തിനിരുത്തിൻ്റെയൊക്കെ ഭയങ്കര അത്ഭുതം നമുക്ക് മനസ്സിലാവുന്നു, അപാരമായ അർത്ഥം മനസ്സിലാവുന്നു. അങ്ങനെ നവരാത്രിയുടെ 9 ദിവസങ്ങളും കൃത്യമായി മനസ്സിലാക്കാം. പൂജപ്പുരയിലെ ഈ സരസ്വതി ക്ഷേത്രം ഈ 9 ദിവസം കൃത്യമായി നവരാത്രികളോട് ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ നവരാത്രിയുടെ ഓരോ ദിവസവും നമ്മൾ അറിയപ്പെടുന്നത് ദേവിയുടെ ഓരോ അവതാരമാണ്. നാഗപൂജയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായി 3 മഹത് ഗ്രന്ഥങ്ങളാണ് സനാതനധർമ്മം ലോകത്തിന് കൊടുത്തത്. അതിലാദ്യത്തേത് ശ്രീമദ് ഭാഗവതം. പരീക്ഷിത് രാജാവ് 60 വയസ്സായപ്പം വേട്ടയാടാൻ പോയി. ദാഹിച്ചു. ഒരു മഹർഷിയുടെ വീട്ടിൽ ചെന്ന് വെള്ളം തരാൻ പറഞ്ഞു. മഹർഷി മുറ്റത്ത് ദാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ കേട്ടില്ല. രാജാവിന് ദേഷ്യം വന്നിട്ട് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ട് മഹർഷിയുടെ കഴുത്തിലോട്ട് കൊടുത്തു. അത് കണ്ടോണ്ട് ആ മഹർഷിയുടെ മകൻ കയറി വരികയായിരുന്നു. ആ സമ്മിക് ഋഷിയുടെ മകൻ പരീക്ഷിത്തിനെ ശപിച്ചു. നീ 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ച് ചാവുന്നത്, നാഗരാജാവ് തക്ഷകൻ മരിച്ച് ചാവുന്നത്. അങ്ങനെ പരീക്ഷിത് രാജാവ് മരണഭയം കൊണ്ട് 7 ദിവസം പോയി ഒളിച്ചിരുന്നു. ആ സമയത്ത് പരീക്ഷിത് രാജാവിനെ പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ, കൃഷ്ണ, കൽക്കി, 10 അവതാരം. അത് കഴിഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവിൻ്റെ മരണഭയം മാറി. തക്ഷകൻ വരട്ടെ കടിച്ചോട്ടെന്ന് പറഞ്ഞു. തക്ഷകൻ ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് കടിച്ചു. അങ്ങനെ പരീക്ഷിത് രാജാവ് മരിച്ചു. പരീക്ഷിത് രാജാവ് മരിച്ചപ്പോൾ മകൻ ജനമേജയം പറഞ്ഞു, ഞാൻ ഈ സർപ്പങ്ങളെ കൂട്ടക്കൊലയും. അയാളൊരു ഭയങ്കര സർപ്പസത്രം നടത്തി. 1000കണക്കിന് നാഗങ്ങൾ വന്ന് തീയിൽ ചാടി ചത്തു. അവരെ രക്ഷിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ രംഗത്ത് വന്നു. ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി. അപ്പോൾ നാഗശാപമേറ്റ് ജനമേജയൻ മരണഭയത്തിലായി. ജനമേജയൻ മരണത്തിലായപ്പം ജനമേജയനെ മരണഭയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി വേദവ്യാസ മഹർഷി വന്നിട്ട് ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവീ ഭാഗവതം, ദേവിയുടെ ദശാവതാരം. മരണഭയം മാറി ജനമേജയൻ തിരിച്ചു വന്നു. അപ്പോഴാണ് ആസ്തിക മഹർഷി വരുന്നത്. ആസ്തിക മഹർഷി എന്ന് പറയുന്നത്
തക്ഷകൻ്റെയും വാസുകിയുടെയും സഹോദരി മാനസയുടെ മകനാണ്. ആ മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചിരുന്നു. ഏറ്റവും മൂത്തവനാണ് തക്ഷകൻ. അവൻ്റെ പേരിലാണ് തക്ഷശില യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിരുന്നത്. രണ്ടാമത്തെ വാസുകിയാണ് പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ശങ്കരാഭരണം വാസുകിയാണ്. മൂന്നാമത്തവൻ ആനന്ദൻ്റെ പേരിലാണ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം. തക്ഷകൻ്റെ കടിയേറ്റ സ്ഥലം ഇന്ദ്രപ്രസ്ഥം. തക്ഷകൻ്റെ പേരിലാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ആനന്ദൻ്റെ പേരിലാണ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം. അങ്ങനെ പക്ഷേ ഈ സഹോദരി നാഗം ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു. അതാണ് ആസ്തിക മഹർഷി ഒന്ന് ജനമേജയനോട് തർക്കിച്ചു. അവസാനം ജനമേജയൻ സർപ്പസത്രം നിർത്തിവെച്ചു. അപ്പോൾ എല്ലാവരും സന്നിഹിതരാണ്. വേദവ്യാസൻ്റെ ശിഷ്യൻ വൈശമ്പായൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ ഗുരു രചിച്ച മഹത്തായൊരു ഇതിഹാസമുണ്ട്, കേൾക്കണോ? അവരോട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സർപ്പസത്രത്തിൽ വെച്ച് വൈശമ്പായനൻ പറഞ്ഞതാണ് മഹാഭാരത കഥ. അപ്പോൾ ലോകത്തെ അതിശയിപ്പിച്ച 3 മഹത് ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭാഗവതം, ദേവീഭാഗവതം, മഹാഭാരതം, ഇത് 3ഉം നാഗങ്ങളെ വെല്ലുന്ന കഥയുമായി ബന്ധപ്പെട്ട് കണക്കിൽ കിടക്കുന്നതാണ്. അതിലെ രണ്ടാമത്തെ പുസ്തകമായ ദേവീഭാഗവതം, ആ ദേവീഭാഗവത്തിലാണ് ഭഗവതിയുടെ ദശാവതാരം കൃത്യമായി പറയുന്നത്. ഈ ഭഗവതിയുടെ ദശാവതാരത്തിലെ 9 എണ്ണമാണ് നവരാത്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 10ാമത്തെ സംഭവിച്ചിട്ടില്ല. 10ാമത്തെ അവതാരം കലിയുഗത്തിലേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ദശാവതാരവും ദേവിയുടെ ദശാവതാരവും ഒരു പ്രാസത്തിലാണ് വരുന്നത്. കൃതയുഗത്തിൽ 4, ത്രേതായുഗത്തിൽ 3, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ 9 അവതാരം കഴിഞ്ഞു. ഇനി കൽക്കി ലോകാവസാനം വരും. ദേവീ ഭാഗവതത്തിലെ അവതാരങ്ങൾ തുടങ്ങുമ്പോൾ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു, ഭഗവതിയെ, ഞാൻ ഈ ഭൂമിയിലെ ആമയായും പന്നിയും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, മത്സ്യമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, നരസിംഹമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നീ ഒരു സ്ത്രീയാണ്. നീ ഒരിക്കലും മൃഗരൂപത്തിൽ ആമയായിട്ടും പന്നിയായിട്ടൊന്നും ഭൂമി പോകാൻ പാടില്ല. നീ പോകുന്നെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ഭഗവതി സമ്മതിച്ചു. ശരി, ഞാൻ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകൂ. അങ്ങനെ ഭഗവതിയുടെ ദശാവതാരം, 1ാമത്തെ അവതാരം എന്ന് പറയുന്നത് ജ്ഞാനേശ്വരി. ത്രിപുരയിലെ രാജാവിൻ്റെ ഭാര്യയായി ജ്ഞാനം നിറഞ്ഞവളായി വിശ്വേശ്വരി എന്നും ജ്ഞാനേശ്വരി എന്നും അറിയപ്പെടുന്ന ദേവിയായി ജനിക്കുകയാണ്. ലോകത്തിലെ ഏത് PhD-കാരനാണേലും ഏത് ഡീലിറ്റുകാരനാണേലും അവൻ്റെ തലച്ചോറിൽ ആദ്യത്തെ അറിവ് കൊടുക്കുന്ന ആൾ അമ്മയാണ്. അമ്മ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ ഒരു PhD ഒരു ഡീലിറ്റും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കളെ അറിവുള്ളവരാക്കി മാറ്റാൻ, അമ്മമാരെ ജ്ഞാനമുള്ളവരാക്കി മാറ്റാൻ ഭഗവതിയുടെ ആദ്യത്തെ അവതാരമാണ് ജ്ഞാനേശ്വരി. അതുകൊണ്ടാണ് നവരാത്രിയുടെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജ്ഞാനം കൊടുക്കുക. അതിന് നവാഹം നടത്തണം. ഭാഗവതമോ ദേവീ ഭാഗവതമോ പറഞ്ഞു കൊടുക്കണം 9 ദിവസം കൊണ്ട്. പിന്നെ അറിവ് മക്കൾ കൊടുക്കണം. അതാണ് എഴുത്തിനിരുത്തിൽ വരുന്നത്. അങ്ങനെ ജ്ഞാനേശ്വരിയായി ഭഗവതി വന്നു. രണ്ടാമത് ഭഗവതി വരുന്നത് ദുർഗാ ഭഗവതിയായിട്ടാണ്. രാജാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ വയ്യ, ദേവന്മാർക്ക് ജീവിക്കാൻ വയ്യ. ആ അവസരത്തിൽ ഈ അസുരന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവി രണ്ടാമത് അവതരിച്ചു. അതാണ് ദുർഗാ ഭഗവതി. മറ്റുള്ള ദൈവഭാഗങ്ങൾ വ്യത്യസ്തമായി വാളേന്തി ചക്രമേന്തി 4 കൈകൾ 4 ആയുധമായി നിൽക്കുകയാണ് ദുർഗാ ഭഗവതി. അങ്ങനെ അസുരന്മാരെ നിഗ്രഹിച്ചു. പുരുഷന്മാരെ അവരുടെ ആയുധം ദുർഗാപൂജയ്ക്ക് വെക്കും. പോലീസ് സ്റ്റേഷനിലെ എല്ലാ തോക്കും എല്ലാ ആയുധവും ബോംബും എല്ലാം പൂജയ്ക്ക് വെക്കും. 7 ദിവസത്തേക്ക് ഒരു വെടിവെപ്പ് ഉണ്ടാവില്ല. അക്രമികൾക്കറിയാം
നവരാത്രി കുഴപ്പമുണ്ടാക്കിയാൽ വെടി കിട്ടത്തില്ല, കാര്യം തോക്കെല്ലാം പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. എഴുതുന്ന അധ്യാപകർ, എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങളും പേനകളും എല്ലാം എടുത്തിട്ട് പൂജയ്ക്ക് വെക്കും. അതുകൊണ്ടാണ് നവരാത്രിക്ക് രണ്ടാമതൊരു പേരുണ്ട്, പൂജയ്ക്ക് വെക്കുക. ആയുധങ്ങൾ, പേനായും പുസ്തകവും ബുക്ക് സ്റ്റാൻഡും തോക്കും വാളും എല്ലാം പൂജയ്ക്ക് വെക്കും. ആ 9 ദിവസം ഇന്ത്യയിൽ ഒരു രാജാവ് യുദ്ധം ചെയ്യില്ല, കാര്യം ആയുധങ്ങൾ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. നവരാത്രി അതുകൊണ്ടാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിലോട്ട് വരികയാണ്. യുദ്ധത്തിന് കറക്റ്റ് സമയം തിരഞ്ഞെടുത്തു. എങ്ങനെയാണ്? നവരാത്രിക്ക് ആക്രമിക്കണം. നവരാത്രിക്ക് ആക്രമിച്ചാൽ ഹിന്ദു സൈന്യം ആയുധം എടുക്കില്ല. വന്നു, അയാൾ യുദ്ധം ജയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് ഷാ അബ്ദാലി, അഹമ്മദ് ഷാ അബ്ദാലി മറാത്താക്കരെ ആക്രമിക്കാൻ വരികയാണ്. തറൈൻ യുദ്ധം, 3 തറൈൻ യുദ്ധമാണ്. 3 പ്രസിദ്ധങ്ങളായ തറൈൻ യുദ്ധം 2 ഇബ്രാഹിം ഗോറി നമ്മുടെ ഇവരും തമ്മിൽ, ജയസമ്മനും മറ്റൊരു യുദ്ധമാണ്. എന്നാൽ വളരെ പ്രസിദ്ധമായ യുദ്ധം, ബാബർ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരി നേടുകയാണ്. പ്രസിദ്ധമായ യുദ്ധം. അതേ സ്ഥലത്ത് വെച്ചാണ് 1556 രണ്ടാമത് അക്ബർ യുദ്ധം ചെയ്യിക്കുന്നത്. അതേ യുദ്ധഭൂമിയിലോട്ട് 3ാമത്തെ യുദ്ധം നടക്കാൻ പോകണം, 1761. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റേ 2 യുദ്ധവും മുസ്ലിങ്ങൾ തമ്മിലാണ്. അതുകൊണ്ട് അവിടെ ഇത് പ്രയോഗിക്കുന്നില്ല. 3ാമത് യുദ്ധം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഹമ്മദ് ഷാ അബ്ദാലി വരികയാണ്. വന്ന് മറാത്ത സൈന്യം എതിർ സൈഡിൽ തമ്പടിച്ച് കിടക്കാം. അപ്പോൾ മറാത്താക്കാരുടെ നേതാവ് സദാ സാഹിബ് ജോൽസിനെ വിളിച്ചു. യുവമാരെ എപ്പോഴാണ് അടിക്കണ്ടേ? ജോൽസ് നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച വരെ നവരാത്രിയാണ്, അത് കഴിഞ്ഞ് യുദ്ധത്തിന് പോകാം. രാജാവ് സമ്മതിച്ചു. പക്ഷേ വ്യാഴാഴ്ച വരെ പിടിച്ചു നിന്നപ്പോഴേക്കും അവരുടെ ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നുപോയി. ആ സമയം കൊണ്ട് മറാത്താക്കാരുടെ ഹിന്ദുക്കളുടെ സപ്ലൈ ലൈൻസ് അഫ്ഗാൻകാർ മുറിച്ചു കളഞ്ഞു. അങ്ങനെ മറാത്താക്കാർ അഹമ്മദ് ഷാ അബ്ദാലിയെ നേരിട്ടു. ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നമ്പർ 3. പാനിപ്പട്ടി 1 ബാബർ ഇബ്രാഹിം ലോധി യുദ്ധം ചെയ്ത് 2 പേരും മുസ്ലിങ്ങളാണ്. 1856 അക്ബറും നമ്മുടെ ഇവർ യുദ്ധം ചെയ്ത് 2 സൈഡിലും മുസ്ലിങ്ങളാണ്. പക്ഷേ ഷെർഷായുടെ മോനുമായിട്ട് ഇത് 2 മുസ്ലിംസാണ്. പക്ഷേ 1964 3ാം അഫ്ഗാൻ യുദ്ധത്തിൽ പാനിപ്പട്ടിൽ വെച്ച് മറാത്താക്കാർ തോറ്റുപോയി. കാര്യം എന്നറിയോ? ആയുധം പൂജയ്ക്ക് വെച്ചിരിക്കുക. 3 ദിവസം കഴിഞ്ഞ് യുദ്ധം ചെയ്യുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ആഹാരം തീർന്നുപോയി. യുദ്ധം ഹിന്ദു സൈന്യം തോറ്റുപോയി. അപ്പോൾ ഈ ആയുധങ്ങൾ പൂജയ്ക്ക് വെച്ചുള്ള ഗുണവും ദോഷവും പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കേണ്ടെന്നാരും പറയുന്നില്ല. അല്ലെങ്കിൽ അത് ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കണം. പൂജയ്ക്ക് വെച്ചാൽ ആയുധം അതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പോലീസ് സ്റ്റേഷനിൽ ആയുധം പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞ് എടുക്കുന്ന ദിവസം ആയുധം മുഴുവൻ എണ്ണയിട്ട് അതിൻ്റെ കാർബണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇതാക്കിയിട്ട് എടുക്കത്തുള്ളൂ. സൈന്യം വാള് പൂജയ്ക്ക് വെച്ചാൽ പൂജ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തുരുമ്പെല്ലാം മാറ്റി പോളിഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. തേര് മുഴുവൻ പോളിഷ് ചെയ്യും, പെയിൻ്റ് അടിക്കും. അപ്പോൾ ഈ പൂജ വെക്കുന്ന ദുർഗാദേവിയുടെ പൂജ വെപ്പ് എന്ന് പറയുന്ന സംഭവം, ആയുധങ്ങളും പുസ്തകങ്ങളെല്ലാം പൂജയ്ക്ക് വെച്ചിട്ട് എല്ലാം പുതുക്കി വൃത്തിയാക്കി, പുസ്തകങ്ങളുടെ ബൈൻഡിങ് പോയിട്ടുണ്ടെങ്കിൽ ബൈൻഡിങ് എല്ലാം റീബൈൻഡ് ചെയ്ത് തിരിച്ച് ഷെൽഫിൽ കൊണ്ടുവെക്കും. അതാണ് ദുർഗാ ഭഗവതിയുടെ പൂജ വെപ്പ് എന്ന് പറയുന്നത്. 3ാമതായി ഭഗവതിയുടെ അവതാരം പാർവതീ ദേവിയായിട്ടാണ്. പരമശിവൻ ഭൂമിയിൽ വരുമ്പോൾ പാർവതീദേവിക്കൊരു കൂട്ടുകൊടുക്കണം. പരമശിവൻ രൂപം മാറും, അപ്പോൾ പാർവതി രൂപം മാറും. പരമശിവൻ ഭൈരവനാവുമ്പോൾ പാർവതി മുത്താരമ്മയാവും. അങ്ങനെ പാർവതിയായി ഭഗവതി വരും. അതാണ് നവരാത്രിയിലെ 3ാമത്തെ ദിവസത്തെ ഉത്സവം.
മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ഭാഗം ഏതാണ്? പരമശിവനും പാർവതിയും ഭൂമിയിൽ മനുഷ്യരൂപം എടുത്തു. പാർവതി മനുഷ്യരൂപം എടുത്തതാണ് മീനാക്ഷി. അതുകൊണ്ട് ആ മീനാക്ഷിയുടെ കറക്റ്റ് ഉത്സവം മധുരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നവരാത്രിയിലെ ഏറ്റവും വലിയ ഉത്സവം മധുരയിൽ ഈ പാർവതി ദേവിയുടെ ഉത്സവമാണ്. അപ്പോൾ ഓരോ ദേശത്തെ ക്ഷേത്രം ഏത് ദേവതാ സങ്കല്പമാണോ അതിനാണ് ആ നവരാത്രിക്ക് ആ സ്ഥലത്തുള്ള പ്രാധാന്യം. അങ്ങനെ മൂന്നാമത്തെ അവതാരം പാർവതി ഭഗവതിയായിട്ടാണ്. നാലാമത്തെ അവതാരം കാളി ഭഗവതിയായിട്ടാണ്. കാളി ഭഗവതി. കാളി ഭഗവതിക്കൊരു പ്രത്യേകത ഉണ്ട്. മറ്റെല്ലാ ദേവനും ദേവിയും ഭക്തനിങ്ങനെ പ്രാർത്ഥിച്ചാൽ ദേവനും ദേവി ആലോചിക്കും, ഓ ഭക്തനിങ്ങനെ ചോദിക്കുന്നു, കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ കാളി ഭഗവതിക്ക് ഈ പ്രശ്നമില്ല. കാളി ഭഗവതിക്കൊരു വരവുണ്ട്, ക്ഷിപ്രസാധ്യ. ഭക്തൻ പ്രാർത്ഥിച്ച് തീരുമ്പം ക്ഷിപ്രം ഒരു നിമിഷം കഴിയുന്നതിന് മുമ്പ് കാളി ഭഗവതി കൊടുത്തിരിക്കും. അതാണ് കാളി ഭഗവതിയുടെ പ്രത്യേകത. നിങ്ങൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കഥ കേട്ടിട്ടുണ്ടോ? നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണ ഭട്ടതിരി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ കിടന്ന് നാരായണീയം എഴുതി. 11,000 ശ്ലോകമുള്ള ശ്രീമദ് ഭാഗവതം 1000 ശ്ലോകത്തിൽ ഒതുക്കി നാരായണീയത്തിൽ. ഓരോ അവതാരത്തിനും 100 ശ്ലോകം. കവിത കേട്ടാൽ തന്നെ എന്തോ സംഭവം എന്ന് മനസ്സിലാവും. കാളിയൻ്റെ തലയിലോട്ട് ഭഗവാൻ കയറി ചവിട്ടുകയാണ്. മേൽപ്പത്തൂർ എഴുതുകയാണ്, അതദിക്ഷു വിദക്ഷു പദക്ഷു വിധ പ്രവിതോദര വാരിതി ദന്തഭരേ അതകാ ദുദകാ ദുരകാധിപതി കഥപർത്തമശാന്ത രുഷാന്തമാനം. ചവിട്ടും തൊഴിയും കവിത കേട്ടാലേ അറിയാൻ പറ്റും. അതുപോലെയാണ് കവിത. അതാണ് മേൽപ്പത്തൂരിൻ്റെ അപാര കഴിവാണ്. 24 പുസ്തകം എഴുതി. അവസാനം 86 വയസ്സായപ്പോൾ മേൽപ്പത്തൂരിന് ഒരു വയറുവേദന. മേൽപ്പത്തൂർ പറഞ്ഞു, ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പൻ വന്നു. എന്താ മേൽപ്പത്തൂറെ? എനിക്കൊരു വയറുവേദന ഗുരുവായൂരപ്പൻ ഒന്ന് മാറ്റി തരണം. ഗുരുവായൂരൻ പറഞ്ഞു, സമയമാകുമ്പം മാറ്റാം മേൽപ്പത്തൂറെ, നീ ധൃതി വെക്കരുത്. മേൽപ്പത്തൂർ ക്ഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറുവേദന. മേൽപ്പത്തൂർ ലക്ഷണം എഴുതിയിട്ടുണ്ടോ വയറുവേദനയുടെ? കേട്ടാൽ നമുക്കിപ്പോൾ മനസ്സിലാവും. പെപ്റ്റിക് അൾസറാണ്. സമയത്ത് ആഹാരം കഴിക്കാതെ ജോലി ചെയ്യുന്നവന്മാർക്കുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ പെപ്റ്റിക് അൾസർ. ഇപ്പോഴാണെങ്കിൽ വളരെ എളുപ്പം 2 രൂപയുടെ ഒരു പാൻഡോസ് 40 കഴിച്ചാൽ അങ്ങ് പോകും ഈ സാധനം. അന്ന് ഈ മരുന്നൊന്നുമില്ല. ഭയങ്കര വേദന. വീണ്ടും മേൽപ്പത്തൂർ വിളിച്ചു, ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പ, എന്താ മേൽപ്പത്തൂരെ? എൻ്റെ ഭഗവാനെ, ഞാനിവിടെ 86 വയസ്സ് വരെ കിടന്ന് എന്തെല്ലാം ചെയ്ത് അങ്ങേക്ക് വേണ്ടി നാരായണീയം എഴുതി, 24 പുസ്തകം എഴുതി. എനിക്കൊരു വയറുവേദന വരുമ്പോൾ നിസ്സാര കാര്യമല്ല ഭഗവാനെ, ഒന്ന് മാറ്റിത്താ. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, മാറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മേൽപ്പത്തൂരെ, നീ സ്വപ്പം സഹിക്കേ, ഞാൻ മാറ്റിത്തരാം. മേൽപ്പത്തൂർ ദേഷ്യം. മേൽപ്പത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഡോർ കൂടെ പുറത്തിറങ്ങി. അവിടെ നോക്കിയാൽ ഒരു 150 മീറ്റർ അപ്പുറത്ത് ഭദ്രകാളിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ചെന്നു കാളിയമ്മ എന്ന് വിളിച്ചു. കാളിയമ്മ, എന്താ മേൽപ്പത്തൂരെ? എൻ്റെ കാളിയമ്മ, എനിക്കൊരു വയറുവേദന സഹിക്കാൻ വയ്യ. കാളിയമ്മ ചോദിച്ചു, നീ ഗുരുവായൂരപ്പൻ്റെ ആളല്ലേ, അവിടെ പറഞ്ഞില്ലേ? ഓ, പറഞ്ഞു കാളിയമ്മ, കേൾക്കുന്നില്ല. അങ്ങനെ ഭഗവാൻ കേൾക്കുന്നില്ല. ഭദ്രകാളി ക്ഷിപ്രസാധ്യല്ലേ? ഓ, അത്രയുള്ള കാര്യം. നിൻ്റെ വയറുവേദന പോയിരിക്കുന്നു, പൊക്കോളാൻ വന്നു. മേൽപ്പത്തൂരിൻ്റെ വയറുവേദന അങ്ങ് പോയി. മേൽപ്പത്തൂർ വിജയശാല ഇതിനെ തിരിച്ചു വന്നു. വൈകിട്ട് സന്ധ്യാവന്ദനത്തിന് തിരി കത്തിച്ച് കഴിഞ്ഞപ്പം ഭഗവാൻ വന്നു. എന്താ മേൽപ്പത്തൂരെ വലിയൊരു സന്തോഷം? എൻ്റെ ഭഗവാനെ, ഞാനൊരു വയറുവേദന മാറ്റാൻ വേണ്ടി അങ്ങോട്ട് പോയി, അങ്ങനെ എനിക്ക് മാറ്റി തന്നോ? ഇല്ലല്ലോ. ഞാൻ എന്താണ്ടാ കാളിയമ്മയുടെ അടുത്ത് കാളിയമ്മ 5 സെക്കൻഡോടെ മാറ്റി തന്നു. ഒരുപാട് ചാച്ചല്ലോ മേൽപ്പത്തൂരെ, നീ പൂർവ്വജന്മത്തിൽ ചില പാവം ചെയ്തിട്ടുണ്ടായിരുന്നു, പകരം നീ ഈ ജന്മത്തിൽ പുണ്യം ചെയ്യണമായിരുന്നു. നീ ഇവിടെ ഭക്തന്മാരെ എഴിഞ്ഞു വന്നു, ഒന്ന് സഹായിച്ചോ? നീ ഇവിടെ ഭക്തന്മാർ നടക്കാൻ പറ്റും, നീ ഒന്ന് സഹായിച്ചോ? പിടിച്ചു കൊടുത്തോ? ഒരു വയസ്സിനെ നീ പിടിച്ചു കൊടുത്തോ? ഇവിടെ സദ്യ വിളമ്പം നീ ഒന്ന് സഹായിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. പൂർവ്വജന്മത്തിൽ പാപം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ പുണ്യം ചെയ്യണം. നീ അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിനക്കൊരു വയറുവേദനയാണ്. നീ 2 കൊല്ലം അത് ശ്രമിച്ചിരുന്നെങ്കിൽ നിൻ്റെ എല്ലാ പാപവും മാറി പൂന്താനത്തെ ഞാൻ കൊണ്ടുപോയല്ലേ, നിന്നെ ഉടലോട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിനക്കൊരു വയറുവേദനയാണ്. നീ അപ്പം സ്മാർട്ട് നമ്പർ 1. അതുകൊണ്ട് നിനക്കിനി 3 ജന്മമുണ്ട്. അടുത്ത ജന്മത്തിൽ നീ ഒരു പാമ്പാവും. നിന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലും ഒരു ദിവസം. ആ ജന്മം കഴിയും. പിന്നെ നീ ഒരു കൂളത്തേടിയാവും. ഒരു ദിവസം പൂജയ്ക്ക് ഇല തികയത്തില്ല.
അവരൊരു പിടിക്ക് നിൻ്റെ ഇലയെല്ലാം വലിച്ചു കുറച്ചുകൊണ്ടങ്ങ് പോകും. അന്ന് ആ ജന്മം കഴിയും. പിന്നെ നീ ഒരു വണ്ടിക്കാളയാവും. വണ്ടിക്കാരൻ നിന്നെ ചാട്ടാ വരച്ച് കുടുകി നിറുകി ആട്ടിക്കും. അത് കഴിഞ്ഞ് നിനക്കൊരു ജന്മം കിട്ടുമ്പോൾ നീ അങ്ങ് രക്ഷപ്പെടും. അതിനാണ് നീ ചലിച്ചത്. നീ അപ്പം സഹിച്ചില്ല. മേൽപ്പുതൂർ വലിയ ബുദ്ധിമാനാണ്. പക്ഷെ അയാൾ എന്നാൽ പിന്നെ വയറുവേദന തിരിച്ചാന്ന് ഭഗവാനെന്ന് പറയണ്ടേ? വിഡ്ഢി കൂശ്മാണ്ടത് പറഞ്ഞില്ല. അതുകൊണ്ട് അയാൾക്ക് 3 ജന്മം ഉണ്ടായി. ഇത് മേൽപ്പുത്തൂറിന് എഴുതി വെച്ചിരിക്കുന്നതാണ്, വേറെ ആരും എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇതാണ് കാളി ഭഗവതിയുടെ പ്രത്യേകത. കാളി ഭഗവതി ക്ഷിപ്രസാധ്യ അപ്പോഴേ സഹായിച്ചു കൊടുത്തതായി. കാളി ഭഗവതി സ്വർണ്ണ നിറത്തിലുള്ള സുന്ദരിയാണ്. പക്ഷേ ബംഗാളിലും കേരളത്തിലുമൊക്കെ കാളി ഭഗവതി വരച്ചു വെച്ചിരിക്കുന്നത് കാറത്തിരുണ്ട്, നാക്കൊക്കെ നീട്ടി, കഴുത്തിലൊരു തലയൊട്ടിയൊക്കെ തൂക്കിയിട്ട്, മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. കാളി ഭഗവതി ശങ്കരാചാര്യ സർവജ്ഞ പീഠം കയറി. എന്നിട്ട് ശാരദാ പീഠത്തിലിരുന്നു കൊണ്ട് ദേവിമാരെ വർണ്ണിക്കുകയാണ്, ദശാവതാരം വർണ്ണിക്കുകയാണ്. ത്രിപുര സുന്ദരി ദർശന ലഹരി. നിങ്ങൾ ഈ നവരാത്രിയുടെ 4ാമത്തെ ദിവസം ത്രിപുര സുന്ദരി സ്തോത്രം ചൊല്ലും. 4ാം ദിവസം കാളി ഭഗവതിയുടെ ദിവസമാണ്. അന്ന് ത്രിപുര സുന്ദരി പാടുമ്പോൾ കാളി ഭഗവതിയെ ശങ്കരാചാര്യർ വർണ്ണിക്കുന്നുണ്ട്. എന്താണ്? വിശ്വേശ്വരി നിൻ കനകകളേവര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. ശങ്കരാചാര്യ പറയാണ്, വിശ്വേശ്വരി നിൻ കനകകളേവരം, സ്വർണ്ണ നിറത്തിലുള്ള സുന്ദരിയായ കാളി ഭഗവതി, നിന്നെ ഞാൻ നമിക്കുകയാണ്. അപ്പം 4ാം ദിവസം നിങ്ങൾ ഈ നവരാത്രി മണ്ഡപത്തിൽ ത്രിപുര സുന്ദരി ചൊല്ലും. കാളി ഭഗവതിയെ വർണ്ണിക്കും. സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. ഇപ്പോൾ കാശ്മീരിലും ഡൽഹിയിലും പഞ്ചാബിലുള്ള വെളുത്ത ആളുകൾക്ക് വെളുത്ത സുന്ദരിയായ കാളി ഭഗവതി സന്തോഷമാണ്. പക്ഷെ തെക്കേ ഇന്ത്യയിലും ബംഗാളിലും വരുമ്പോൾ ജനങ്ങൾ കറുത്തവരാണ്. കറുത്തവർക്കൊരു സ്വർണ്ണ നിറമുള്ള സുന്ദരിയെ കാണിച്ചു കൊടുത്താൽ ഇത് നമ്മളോട് ഒരു ബന്ധമില്ലാത്ത ദേവിയാണെന്ന് തോന്നലുണ്ടാവും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? കറുപ്പിച്ചു കൊടുക്കും. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാളി ക്ഷേത്രം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അവിടുത്തെ കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. സ്വർണ്ണ സുന്ദരി. 12 രാജവംശത്തിൻ്റെ പ്രധാന ദേവതാ സങ്കല്പം കാളി ഭഗവതി. 12 ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ് 12 രാജകുടുംബത്തിലെ കാളി ദേവി. ലോകപ്രസിദ്ധമായ എല്ലാ കാളിക്ഷേത്രത്തിലും കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. അപ്പോൾ ഈ നിറം മാറ്റി നമ്മുടെ അടുത്ത് കാണിച്ചതുണ്ട്. അതിൻ്റെ സാരാംശം മനസ്സിലാക്കണം. 4ാം ദിവസം അതുകൊണ്ടാണ് നമ്മൾ കാളി പൂജ ചെയ്യും. കാളി പൂജ അന്ന് നമ്മൾ പ്രസിദ്ധമായ ത്രിപുര സുന്ദരി പാടും. ത്രിപുര സുന്ദരി രാഗമാണ് 4ാം ദിവസം ചൊല്ലുന്നത്. അത് 4ാമത്തെ അവതാരമാണ് കാളി ഭഗവതി. നവരാത്രിയുടെ 5ാമത്തെ ദിവസം ദേവിയുടെ 5ാമത്തെ അവതാരം ലക്ഷ്മി ഭഗവതി. കാട്ടാളനായ മനുഷ്യൻ കാട്ടിക്കൂടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് അവൻ താമസിക്കാൻ തുടങ്ങി, കൃഷി ചെയ്തു, അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പം ബിസിനസ് ചെയ്തു, പൈസ ഉണ്ടായി. അപ്പോൾ പണത്തിനൊരു ദേവതാസങ്കല്പം വേണം. അതുകൊണ്ട് 5ാമത് ഭഗവതി അവതരിച്ചു. ലക്ഷ്മി ഭഗവതിയായി അവതരിച്ചു. ലക്ഷ്മി ഭഗവതി പണത്തിൻ്റെ ദേവതാസങ്കല്പമാണ്. അതുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ പണം കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് പണത്തോട് ആശയില്ലാതെ ജീവിക്കേണ്ടത്, ബ്രഹ്മചാര്യവും ഗ്രാഹസ്ഥ്യവും കഴിഞ്ഞ് ഈ സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോയി എങ്ങനെ താമസിക്കണം കോടീശ്വരന്മാർ. വാനപ്രസ്ഥത്തിന് പോകാൻ പറ്റാത്തവർ ഗംഗാതിര തീരത്ത് പോയി അവിടെ പൂജയൊക്കെ ചെയ്ത് അവിടെ മരിച്ച് ചിതയിൽ കത്തി അമരും. ധനത്തെ ഉപേക്ഷിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. അവിടെയാണ് ലക്ഷ്മി അവതാരം. അതുകൊണ്ട് നവരാത്രിയുടെ 5ാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലക്ഷ്മി പൂജ. ലക്ഷ്മി പൂജ. സ്വർണ്ണ നിറത്തിലൊരു ദേവിയെ ഉണ്ടാക്കി, സ്വർണ്ണ നിറത്തിലൊരു കിരീടം വെച്ച് ആ ദേവിക്ക് നാണയം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് ലക്ഷ്മി ദേവി സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ് 5ാം ദിവസം ലക്ഷ്മി പൂജ. ഇപ്പോൾ ദുർഗാപൂജ കഴിഞ്ഞ്, പാർവതി പൂജ കഴിഞ്ഞ്, കാളി പൂജ അങ്ങോട്ട് കഴിഞ്ഞ് ലക്ഷ്മി പൂജയിലേക്ക് വരികയാണ്. അപ്പോൾ ദേവിയുടെ ഓരോ ദിവസവും രൂപം മാറുകയാണ്. ലക്ഷ്മി പൂജയുടെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. 6ാം ദിവസം എത്തുമ്പോൾ
ഭഗവതിയുടെ 6ാമത്തെ അവതാരം, സരസ്വതി അവതാരം. മനുഷ്യൻ അപ്പോഴത്തേക്ക് എഴുതാൻ പഠിച്ചു. ദേവനാഗരിക സ്ക്രിപ്റ്റാണ്. ഓരോ സ്ക്രിപ്റ്റ് അങ്ങോട്ട് പഠിച്ചു. അപ്പോൾ യൂറോപ്യൻ ഭാഷകളൊക്കെ ഓരോ മൃഗത്തെ അടയാളമാക്കി അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ അക്ഷരം ആൽഫ, തല, കാളയുടെ തല, ആൽഫ. 2 കൊമ്പ് മേപ്പോട്ട്, നടുക്കൊരു ഭൂക്കയറ്, വാത്താപ്പോട്ട്. ആ അക്ഷരമാല ഫിനീഷ്യൻസിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ കയ്യിലെത്തിയപ്പോൾ അവർ കാളയുടെ തല ഉച്ചൂത്തിനാക്കി. അപ്പോൾ കൊമ്പ് താപ്പോട്ട്, നടുക്കൊരു ഭൂക്കയറ്, മേളിൽ വാ. അതാണ് എ, ആൽഫ, കാളയുടെ തല. 2ാമത്തെ അക്ഷരം പയറാണ്. പയറിനെ അവർ ബീറ്റ എന്ന് വിളിച്ചു. ബീറ്റ, പയർ. അതാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി. ബീറ്റയുടെ ആദ്യത്തെ അക്ഷരം ബേ. അതുകൊണ്ടാണ് അക്ഷരമാല വിളിക്കുന്നത് ആൽഫബറ്റ്. ആൽഫ, ബീറ്റ, എക്സെട്ര, അക്ഷരങ്ങൾ എന്ന് വിളിച്ചു. ഈജിപ്തുകാർ എഴുതണം. അവരിത് സിമ്പിൾ ഉണ്ടാക്കി. അവരുടെ രാജാവിൻ്റെ പേര് രാമസിസ് എന്ന് എഴുതണമെങ്കിൽ ആദ്യം അവരൊരു കണ്ണ് വരയ്ക്കും. എന്തുകൊണ്ട് ഈ കണ്ണ് സൂര്യഭഗവാനാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കണ്ണിനെ വരയ്ക്കും. കണ്ണിനെ വരച്ചാൽ സൂര്യഭഗവാനാണ്. സൂര്യഭഗവാൻ ഈജിപ്ഷ്യൻ ഭാഷ റാ. 2ാമത് അവരൊരു മലയുടെ മേൽക്കൂര പീക്ക് 3 വരയ്ക്കും. മലയ്ക്ക് ഈജിപ്ഷ്യൻ ഭാഷയുള്ള വാക്ക് മം. അപ്പം മലയുടെ 3 ടോപ്പ് വരച്ചാൽ മം എന്നവർ വായിക്കും. അടിയിലൊരു പാമ്പിനെ വരയ്ക്കും. പാമ്പ് ഹിസ്സി. അതുകൊണ്ട് പാമ്പിൻ്റെ ഈജിപ്ഷ്യൻ ഭാഷ സസ്. രാജാവിൻ്റെ പേര് രാംസസ് എന്ന് എഴുതണമെങ്കിൽ ആദ്യം അവരൊരു കണ്ണ് വരയ്ക്കും, പിന്നെ മലയുടെ പീക്ക് വരയ്ക്കും, പിന്നെ ഒരു പാമ്പിനെ വരയ്ക്കും. ഈജിപ്തുകാർ വായിക്കും രാമസസ്, രാജാവിൻ്റെ പേരാണ്. ഇന്ത്യയിൽ വന്നു. ഇന്ത്യക്കാർ പറഞ്ഞു ഭാഷയും അറിവുമൊക്കെ ഈശ്വരൻ്റെ ദാനമാണ്. അതുകൊണ്ട് അത് ദേവലോകത്തിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അവരതിനെ ദേവനാഗരി എന്ന് വിളിച്ചു. ദേവനാഗരി. സംസ്കൃതവും ഇന്ത്യയൊക്കെ ദേവനാഗരിയാണ്. അപ്പോൾ മേളിലൊരു സ്വർഗം ഇങ്ങനെ വരയ്ക്കും, വര. എന്നിട്ട് അതിനകത്ത് അക്ഷരം ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ. അതാണ് ദേവനാഗരി. ഹിന്ദിയൊക്കെ എഴുതി കഴിഞ്ഞാൽ മേളിലൊരു വര വരയ്ക്കും. കാര്യം ദേവലോകത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കാം, സ്വർഗത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കാൻ. പക്ഷേ ഭഗവാനും മേളി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഹിന്ദിയിൽ ഭ എഴുതുമ്പോൾ മേളി വരയ്ക്കത്തില്ല. കാര്യം ദേവലോകത്തിൻ്റെ ഭഗവാനാണ്. ബാക്കിയുള്ളതിന് വേണ്ടി വര വേണം, ഭായുടെ മുകളിൽ വരയ്ക്കാൻ പാടില്ല. കാര്യം ഭഗവാന് വരയൊന്നും വേണ്ട. ദേവനാഗരി സ്ക്രിപ്റ്റ് ഉണ്ടായി. ഇങ്ങനെ ലോകത്തിൽ ഓരോ ഭാഷ ഉണ്ടായി. ഈ ഭാഷകളും അറിവും കൊണ്ടവൻ പുസ്തകം എഴുതി. അവന് ആ പുസ്തകങ്ങൾ വെക്കാൻ ലൈബ്രറി ഉണ്ടാക്കി. അവനാ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാലയങ്ങളുണ്ടാക്കി. അവൻ കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അപ്പോൾ അറിവിനൊരു ദേവതാസങ്കല്പമാണ്. അതിന് ഭഗവതിയുടെ 6ാമത്തെ അവതാരം സരസ്വതി ഭഗവതി. സരസ്വതി പൂജപ്പുരയിലെ ക്ഷേത്രം സരസ്വതി ക്ഷേത്രമാണ്. അറിവിനാണ് ഇവിടെ പ്രാധാന്യം, ആയുധത്തിനല്ല. ആയുധ പൂജ പാളയം സൈനിക ക്യാമ്പിൽ നടത്തും. ലക്ഷ്മി പൂജ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവി ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ട് നടത്തും. വിദ്യാഭ്യാസത്തിന് അന്ന് ഗണപതി ക്ഷേത്രത്തിൽ പോകും. നമ്മുടെ ചാലയിലെ ഗണപതി ക്ഷേത്രത്തിൽ പോകും. അറിവിൻ്റെ വരുമ്പോൾ സരസ്വതി ക്ഷേത്രത്തിലേക്ക് വരും, പൂജപ്പുരയിലെത്തും. ഇവിടെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ എഴുത്തിനിരുത്താൻ വരുന്നത്. തിരുവനന്തപുരത്തെ പണ്ഡിതന്മാരെല്ലാം പഠിത്തം ആരംഭിക്കാൻ പൂജപ്പുര വന്ന് സരസ്വതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കും. സരസ്വതി അറിവിൻ്റെ ദേവതാസങ്കല്പം. അന്ന് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കും, അന്ന് പേന പൂജയ്ക്ക് വെക്കും, എല്ലാം കൊണ്ട് പൂജയ്ക്ക് വെക്കും. സരസ്വതി ഭഗവതിയെ പ്രാർത്ഥിക്കും. പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതി നമസ്തുഭോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പഠിക്കാനിരിക്കുന്നത്. പരീക്ഷയിടന്നോ? പരീക്ഷയിടം നമ്മൾ പോകുന്നത് സരസ്വതി ക്ഷേത്രത്തിലല്ല, കാളി ഭഗവതിയുടെ അടുത്താണ്. കാളി ഭഗവതി എഴുത്തിൻ്റെ ആൾ. അതുകൊണ്ടാണ് പരീക്ഷയിടുന്ന രാവിലെ കാളി ക്ഷേത്രത്തിൽ പോകും. പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതിയെ നമസ്തഭോ എന്ന് പ്രാർത്ഥിക്കും. 7ാം ദിവസം വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ വന്നു. കൂട്ടുവാണ് ഭഗവതി
ഭഗവാൻ കൂട്ടിന് വന്നു. ആരായിട്ട് വന്നു? രാധയായി വന്നു. ഭഗവതി ഭൂമി വന്നത് നമ്പർ 1 നമ്പർ 2 ഭാര്യമാരായിട്ടല്ല. രുക്മിണി സ്വയംവരത്തിൽ സ്വയം പറഞ്ഞത് രുക്മിണിയായിട്ടാണോ വന്നത്? അല്ല. ഭഗവാൻ രണ്ടാം ഭാര്യ സത്യഭാമയായിട്ടാണോ വന്നു? അല്ല. പിന്നെന്ത് ചെയ്തു? രാധയായി വന്നു. രാധയ്ക്ക് ഭഗവാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റിയല്ല, മുനിശാപം വന്നു. അതുകൊണ്ട് ലൈംഗിക വീഴ്ച ഇല്ലാതെ, ഭാര്യാഭർത്താക്കന്മാരാവാതെ ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെ സ്നേഹിക്കണം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി, റൊമാൻസ് എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവതി വന്നു, രാധയായി ഭൂമിയിൽ വന്നു. ഭഗവാൻ രാധയെ കേൾപ്പിക്കാൻ വേണ്ടി മുരളീരവം മുഴക്കി ഭഗവാൻ മുരളീധരനായി. ഒരാൾ പാടിയാൽ ഒരാൾക്കല്ലേ കേൾക്കാൻ പറ്റൂ. പക്ഷേ വൃന്ദാവനത്തിൽ ഭഗവാൻ പാടിയപ്പോൾ എല്ലാ രാധമാർക്കും, എല്ലാ സ്ത്രീകൾക്കും ഓരോ വീട്ടിൽ ഭഗവാനെ കാണാനും പാട്ട് കേൾക്കാനും പറ്റി. അങ്ങനെ ഭഗവാനെ മുരളീധരനാക്കി മാറ്റിയ രാധ. ഞാൻ ഗുജറാത്തിൽ പോയി, 2 സ്ഥലം കാണാനാണ് പോയത്. ഒന്ന്, ഒരേ സ്ഥലത്തൊരു മലയുടെ ചുറ്റും 1000 ക്ഷേത്രം പണിഞ്ഞു വച്ചിരിക്കുകയാണ്. 1000 ക്ഷേത്രം. പാലിത്താനോ എന്നൊരു സ്ഥലം. പാലിത്താനോ. ലോകത്തിൽ ഒരു മതത്തിനും ഒരു സ്ഥലത്ത് 1000 ദേവാലയം ഇല്ല. പാലിത്താനോയിൽ 800 വർഷമായി. രാജകുടുംബത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടാവുമ്പോൾ ഭഗവാന്റെ പേരിലൊരു ക്ഷേത്രം, ഒരു പെൺകുട്ടി ജനിച്ചാൽ ഭഗവതിയുടെ പേരിലൊരു ക്ഷേത്രം. ഞാൻ പോയി ഒരു ദിവസം പകൽ മുഴുവൻ പോയിട്ടൊരു 28 ക്ഷേത്രം കണ്ടു. ഞാനവിടെ സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിച്ചു, ഇടേ ഈ 1000 ക്ഷേത്രം കാണാൻ എത്ര ദിവസം വേണം? പറഞ്ഞ് സാർ ഒരു 3 മാസം തൊട്ടൊരു വീടെടുത്ത് താമസം ഞാൻ കാണിച്ചു തരാമെന്ന്. നമ്മളിവിടെ 5 ദിവസം അവധിക്ക് പോയതാ, എങ്ങനെ പോ? അപ്പോഴൊരു കോടീശ്വരൻ ഒരു ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്തു. അയാൾ പറഞ്ഞു, സാറേ ഞാനൊരു പണി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവൻ ചെന്ന് ഈ കോടീശ്വരനോട് പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഒരു IG വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഈ പാലിത്താനം ഒന്ന് കാണണം, ഒരു 10 മിനിറ്റ് അങ്ങയുടെ ഹെലികോപ്റ്റർ നിർത്തോടെ. അങ്ങനെ വന്ന് നിർത്തോളാം. ഹെലികോപ്റ്റർ കയറി ഞാനോ മലയെ ഒന്ന് ചുറ്റി. 1000 ക്ഷേത്രം ഒരു സ്ഥലത്ത്. ലോകത്തിൽ ഒരു മതത്തിനും ഇല്ല പാലിത്താന 1000 ക്ഷേത്രം. രണ്ടാമത് എനിക്ക് ഭഗവാന്റെ ദ്വാരകയൊന്ന് കാണാൻ വന്നു. ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ ജീവിച്ചിരുന്ന ദ്വാരക കടലിനടിയിൽ ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ്, വെള്ളത്തിനടിയിലാണ്. BBC വേൾഡ് സർവീസ് വന്നു അണ്ടർഗ്രൗണ്ട് ക്യാമറയും കൊണ്ട്. അങ്ങനെ ഭൂമിക്കടിയിൽ ഇങ്ങനെ തപ്പി ആ മുഴുവൻ ഭിത്തികളും പ്രതിമകളും ഒക്കെ BBC ഷൂട്ട് ചെയ്തു. നിങ്ങൾ നെറ്റിനകത്ത് കയറി ദ്വാരക, അണ്ടർ വാട്ടർ ദ്വാരക എന്ന് അടിച്ചു കൊടുത്താൽ മുഴുവൻ കാണാം, 3/4 മണിക്കൂർ കാണാം. ഈ കടലിനടിയിൽ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാരക. ഇപ്പോൾ ഒരു കരയിലൊരു ദ്വാരക പണിഞ്ഞിട്ടുണ്ട്. ഒരു 15,000 പേര് താമസിക്കുന്ന ചെറിയ ഗ്രാമമാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ ഒരു കഥ പറഞ്ഞു, ഭാഗവതത്തിൽ ഇല്ലാത്തൊരു കഥ. രാധ മരിക്കാറായപ്പോൾ രാധ ഭഗവാൻ ഒരു ലെറ്റർ അയച്ചു. ഭഗവാനെ, എനിക്കൊരാഗ്രഹം, ഞാൻ മരിക്കുമ്പം അങ്ങൻ്റെ മരണക്കിടക്കലടുത്ത് നിന്ന് പാടണം. ഭഗവാൻ അപ്പോഴേ തേരയച്ചു. രാധയെ കൊണ്ടുവന്നു കൊട്ടാരത്തിനകത്ത് കയറ്റി രുക്മിണിയുടെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തി കൊടുത്തു. രുക്മിണിക്ക് വഴക്കൊന്നുമില്ല, കാരണം ലൈംഗിക വീഴ്ച ഉണ്ടാവില്ലെന്നും കല്യാണം ഉണ്ടാവത്തില്ലെന്നും രുക്മിണിക്ക് അറിയാം. ഇപ്പോഴെങ്ങാനും ആയിരിക്കണമായിരുന്നു. ഭാര്യയുടെ മുറിയിൽ കാമുകിയെ കൊണ്ട് കിടത്തിയിരുന്നെങ്കിൽ ഒരു 1000 എപ്പിസോഡുള്ളൊരു സീരിയൽ റെഡിയായിരുന്നു ടെലിവിഷനിൽ. ഭഗവാൻ അറിയാൻ രാധ എപ്പോഴാണ് മരിക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ എത്തി. അദ്ദേഹം മുരളി എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. 36 മണിക്കൂർ ഭഗവാൻ വീണ വായിച്ചു. അത് കേട്ടോണ്ട് രാധ മരണത്തിലേക്ക് ഊർന്നു വീണു. രാധയുടെ മരണക്കിടക്കയിൽ ഭഗവാൻ പാടിയ പ്രസിദ്ധമായ രാഗമാണ് ഹരിമുരളി രവം. യേശുദാസ് ഹരിമുരളി രവം പാടുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണാത്ത ആരും ഈ സദസ്സിലുണ്ടാവില്ല. ആ മഹത്തായ രാഗം രാധയുടെ മരണക്കിടക്കടുത്തിരുന്ന് ഭഗവാൻ പാടിയതാണെന്നാണ് ഗുജറാത്തിലെ ഫോക്ക് ടെയിൽ. രാധ മരിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ മുരളി വായിക്കുകയില്ല. രാധയുടെ ബെഡ്റൂമിൻ്റെ സൈഡിൽ കട്ടിലിൽ മേശപ്പുറത്ത് മുരളി താത്തു വെച്ചു ഭഗവാൻ. ഭാഗവതത്തിൽ പറയാത്ത കഥയാണ്, നടന്നില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗുജറാത്തുകാർ പറയുന്ന കഥയ്ക്കകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് ഫോം ഉണ്ട് ആ കഥയ്ക്കകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി ഹിന്ദുമതം അംഗീകരിക്കാത്ത കഥയാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനം
നവരാത്രിയിൽ വരുന്നത് 7-ാം ദിവസമാണ്. ആ റൊമാൻസിൻ്റെ പരിസമാപ്തി. അന്ന് മനസ്സിൽ ആരോടെങ്കിലും പ്രേമമുണ്ടെങ്കിൽ അന്ന് എല്ലാവരും എന്ന് പറയും, ഭഗവാനെ എനിക്ക് ആ പ്രേമിച്ച പെണ്ണിനെ ഒന്ന് കെട്ടണം, ആ ചെറുക്കനെ ഒന്ന് ഭർത്താവായിട്ട് വരണം എന്ന് പ്രാർത്ഥിക്കും. പ്രേമം സഫലമാകുമെന്ന് നമ്മുടെ വിശ്വാസം. സഫലമായില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ നമുക്കൊരു വിശ്വാസം. അപ്പോൾ സ്നേഹത്തിൻ്റെ ദിവസമാണ് 7-ാം ദിവസം. രാധയായി ഭഗവതി ഭൂമിയിൽ അവതരിച്ച് ഭഗവാൻ കൃഷ്ണന് അകമ്പടി സേവിച്ച ദിവസത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ദിവസമാണ്. ഭഗവതി 8ാമതായിട്ട് വരുന്നത് ഗായത്രിയായിട്ടാണ്. ഗായത്രി മന്ത്രം മനുഷ്യരൂപം എടുക്കണം. ഭഗവതി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ പൊക്കോളാം, ഗായത്രി എന്നുള്ള വാക്കില്ല, അത് തന്നെ സ്ത്രീലിംഗമല്ലേ, ഞാൻ പോകുന്നല്ലേ നല്ലത്. ഭഗവാൻ പറഞ്ഞു പൊക്കോളാം. അങ്ങനെ ഭഗവതി ഗായത്രിയായി ഭൂമിയിൽ അവതരിച്ചു 8ാം ദിവസം. അങ്ങനെ ഭഗവതി നമ്മളെ പാടി കേൾപ്പിച്ചു ഗായത്രി മന്ത്രം എങ്ങനെ പാടണമെന്ന്. ഇപ്പം MS സുബ്ബലക്ഷ്മി രാവിലെ ഗായത്രി മന്ത്രം ചൊല്ലുന്ന കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും, പണ്ട് ഭഗവതി ഏതാണ്ട് ഈ പരുവത്തിലായിരിക്കും പാടിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവും. 8ാം ദിവസം നമ്മൾ പാടും, സ്തോത്രം ചൊല്ലും, റോഡിലിറങ്ങി നൃത്തം ചവിട്ടും. ഇതെല്ലാം ഗായത്രിയുടെ ദിവസമാണ് 8ാം ദിവസം. അന്ന് വലിയ ഘോഷയാത്ര, ഉത്തരേന്ത്യയിലേക്ക് വലിയ ഘോഷയാത്രയാണ്. ജനങ്ങൾ മുഴുവൻ കയ്യിലുള്ള സംഗീത ഉപകരണം എല്ലാം എടുത്ത് പാടി തിമിർത്തൊരൊറ്റ വരവാണ്. ഭയങ്കര രസമാണ്. 9ാം ദിവസം ഭഗവതി ശക്തീശ്വരിയെ ഭൂമിയിലേക്ക് വരികയാണ്. പുരുഷനും സ്ത്രീയും ശക്തിയുണ്ട്, പക്ഷെ രണ്ടുപേരുടെ ശക്തി 2 ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. പുരുഷൻ്റെ ശക്തി പലപ്പോഴും പുരുഷൻ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കുകയില്ല, അതിനുകൊണ്ട് പറ്റുകയില്ല. അർജുനൻ വലിയ വീരൻ, പരമശിവൻ കൊടുത്ത പശുപതാസ്ത്രം, വിഷ്ണുഭോഗം കൊടുത്ത അസ്ത്രം, പരശുരാമൻ കൊടുത്ത പരശുരാമാസ്ത്രം, ബ്രഹ്മാസ്ത്രം, എന്തെല്ലാം മനുഷ്യൻ്റെ കയ്യിലുണ്ടെന്നറിയോ? അർജുനൻ മഹാരഥനാണ്, 10,000 പേരെ ഒരേ സമയം നേരിടാൻ കഴിവുള്ളവനാണ്. അർജുനൻ യുദ്ധം അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അളിയനാ, ഭാര്യ സുഭദ്രയുടെ ആങ്ങളയാ, മഹാരഥിയായി വന്ന് അർജുനെ കൊണ്ട് നേരെ കൗരവ സൈന്യത്തിനും പാണ്ഡവസൈന്യം നടുക്കോട്ട് ചെന്നു. അർജുന, അതുകൊണ്ടാ നടുക്ക് നിൽക്കുന്ന കണ്ടോ? അവന്മാരുടെ സേനാനായകൻ നിന്റെ വല്യപ്പൻ ഭീഷ്മർ, അവനെ നമുക്ക് കൊല്ലണം ആദ്യം. അർജുന, അതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഗുരു ദ്രോണർ, അവനെ നമുക്ക് കാച്ചണം. അതിനപ്പുറത്ത് കൃപാചാര്യരെ കണ്ടോ നീ? നിന്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ദ്രോണർ, നിന്റെ ഗുരുവിൻ്റെ പെങ്ങളെ കെട്ടിയ ആള്, കൃപിയെ കെട്ടിയാണ്. ദ്രോണറുടെ ഭാര്യ കൃപിയ, അവനെ നമുക്ക് കൊല്ലണം. ഭഗവാൻ കൃഷ്ണൻ്റെ കസിനായി കൃപാചാര്യരുടെ, തടണം നമുക്ക്. 4 പേരുടെ പേര് കേട്ടു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, എൻ്റെ നാക്കിലെ വെള്ളം മറ്റുന്ന ഭഗവാനെ, എൻ്റെ കൈ വിറയ്ക്കുന്ന ഭഗവാനെ, ഗാണ്ഡീവൻ തറയുന്ന പാമ്പ് പോകുന്ന ഭഗവാനെ, തല കറങ്ങുന്ന ഭഗവാനെ, ഡും ദാ കിടക്കുന്ന അർജുനൻ തേർത്തട്ടിൽ. പിന്നെ 701 ശ്ലോകമുള്ള പ്രസിദ്ധമായ ഭഗവത്ഗീത ഭഗവാൻ ചൊല്ലി. ആ 701 ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ 564 ശ്ലോകവും ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന ശ്ലോകങ്ങളാണ്. അത് മുഴുവൻ കേൾക്കേണ്ടി വന്നു അർജുനൊന്ന് പൊങ്ങി വരാൻ. ഇതാണ് പുരുഷൻ്റെ കുഴപ്പം. പുരുഷനുണ്ടല്ലോ, ശക്തി ഉണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് പുരുഷന് ശക്തി പ്രയോഗിക്കാൻ പറ്റിയാൽ. സ്ത്രീയാണല്ലോ, അവൾ ലക്ഷ്യം വെച്ചുണ്ടല്ലോ, അവൾ വിടുന്ന പ്രശ്നമില്ല. മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിലേക്ക് പോവാണ്. ബാക്കി എല്ലാവരും സമ്മതിച്ചു, എങ്ങനെയും ഒന്ന് സമാധാനം വന്നാൽ മതി. അപ്പോൾ പാഞ്ചാലി ഇറങ്ങി വന്നു. ഭഗവാനെ, ഇതിൻ്റെ തലമുടി കണ്ടോ? ആ ദുശാസനയുടെ നെഞ്ചടിച്ച് പൊട്ടിച്ച് ഭീമസേനയിൽ കൈയിട്ടിട്ട് ആ കൈ കൊണ്ട് എൻ്റെ തലമുടി കിട്ടിയാലും ഞാൻ തലമുടി കിട്ടുള്ളൂ. ഓർമ്മയുണ്ടല്ലോ ഭഗവാനെ? അതോടെ മഹാഭാരത യുദ്ധം ഉറപ്പായി. ഇതാണ് സ്ത്രീ. ഭീഷ്മർ പോയി അംബിക, അംബാലിക 3 പെണ്ണുങ്ങളെ ഞാൻ പിടിച്ചോണ്ട് വന്നു. കാശി രാജാവിൻ്റെ മക്കളാൻ. ഇനി എത്തിയപ്പോൾ അമ്പ പറഞ്ഞു, അയ്യോ ഭീഷ്മരെ, എനിക്കൊരു കാമുകനുണ്ടായിരുന്നു, സ്വാലൻ. സ്വാലൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഫസ്റ്റ് കസിനാണ്.
ഭീഷ്മർ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ? എന്നാൽ നീ അപ്പോഴങ്ങ് പറഞ്ഞുകൂടായിരുന്നു, നീ എന്നെ വിട്ട് നീ പൊക്കോ, അവനെ പോയി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. നീ എന്തിനാ പറയാതെ ഇഞ്ഞ് വന്നേ? അപ്പം പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, കാമുകനുണ്ട് എങ്കിൽ ഈ ഭീഷ്മരെ പിടിച്ചുകൊണ്ട് പോയി കെട്ടാൻ പോകുന്ന വിചിത്രവീരൻ ഇവനേക്കാൾ ബെസ്റ്റാണെങ്കിൽ അവനെ ഞാൻ കെട്ടാമല്ലോ, അതിനെ വന്നേ. ഇവിടെ വന്നപ്പോൾ വിചിത്രവീരൻ ഇങ്ങനെ രാജലക്ഷ്മ പിടിച്ചിരിക്കുക, കാമുകൻ ഇവനേക്കാളും ബെസ്റ്റ്. അപ്പോൾ എന്നാ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വെച്ചു. അവിടെ ചെന്ന സാലം പറഞ്ഞോ, നീ പിന്നെ വേറൊരു പുരുഷൻ പിടിച്ചോണ്ട് പോയല്ലേ, ഇനി നിന്നെ എനിക്ക് വേണ്ട, നീ അസ്പൃശ്യയായി കഴിഞ്ഞു. കെട്ടിയില്ല. ഈ സ്വാലനെ പിന്നെ ഭഗവാൻ കൃഷ്ണൻ കൊന്നു കേട്ടോ. ഈ കസിനെ സ്വാലനെ ഭഗവാൻ കൃഷ്ണനാണ് പിന്നെ കൊല്ലുന്നത്. അവൾ തിരിച്ചു വന്നു, ഭീഷ്മനെ നീയാണ് എൻ്റെ ജീവൻ താത്ത, നീ എന്നെ കല്യാണം കഴിക്കണം. ഭീഷ്മ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അവൾ പോയി പരശുരാമനെ വിളിച്ചോണ്ട് വന്നു. ഭീഷ്മയുടെ ഗുരു 24 ദിവസം യുദ്ധം ചെയ്തു, ഭീഷ്മനെ തോൽപ്പിക്കാൻ പറ്റില്ല. പരശുരാമന് രക്ഷയില്ല, ശിഷ്യൻ എന്നെക്കാളും മിടുക്കനായിരിക്കും. അവൾ തീ ചാടി ചത്തു. രണ്ടാമത് അവതരിച്ചവൾ വന്നത് പാഞ്ചാലിയുടെ നപുംസക സഹോദരനായിട്ടാണ് ജനിക്കുന്നത്, ശിഖണ്ഡി. ആ ശിഖണ്ഡി പോയി ഭീഷ്മരെ യുദ്ധം ചെയ്ത് അർജുനൻ്റെ കവറായിട്ട് യുദ്ധം ചെയ്ത് ഭീഷ്മരെ വീഴിച്ച്. ഇതാണ് സ്ത്രീ. വൈജാഗ്യം വന്നുപോലുണ്ടല്ലോ, അവൾ വിടുന്ന പ്രശ്നം, ചാവുന്നവരെ അവൾ വിടത്തില്ല. ചത്താലും അവൾ പുനർജന്മം എടുത്ത് അവനെ ശരിയാക്കല. ഇതാണ് സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത്. പുരുഷൻ എങ്ങനെയൊന്നുമില്ല. വഴക്കുണ്ടാവും, ചിലവർ അടിയൊക്കെ അടിക്കും. 2 ദിവസം കഴിഞ്ഞിടാ മോനെ നീ അങ്ങ് ക്ഷമിക്കടാ, ഞാൻ അപ്പോൾ ദേവസ്ഥനം ചെയ്തു പോയാൽ നീ എന്നോട് ക്ഷമിക്കേ. പുരുഷൻ ക്ഷമ വയ്ക്കും, സ്ത്രീ വിടത്തില്ല കേട്ടോ. അതാണ് ശക്തി. അതുകൊണ്ട് ഭഗവത് 9ാമത്തെ അവതാരം ശക്തീശ്വരിയായിട്ടാണ്. അന്നാണ് ആ പൂജയ്ക്ക് വെച്ച തോക്കും വാളും ഒക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നത്. ശക്തിയുടെ ദിവസമാണ്. 9ാം ദിവസമൊക്കെ തിരിച്ചെടുക്കും, പൂജ തിരിച്ചെടുക്കും. പിന്നെ ആ പേന വെച്ച് പുസ്തകം എഴുതിയാൽ ഉഗ്രം പുസ്തകം. ആ വാള് വെച്ച് യുദ്ധം ചെയ്താൽ ഏത് ചേകവനും യുദ്ധം ചെയ്യിക്കും. ആ തോക്ക് വെച്ച് വെടിവെച്ചാൽ ചത്തിരിക്കും. അതാണ് ശക്തീശ്വരി. 10ാമത്തെ അവതാരം ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ നിന്റെ ലാസ്റ്റ് അവതാരം എന്തുവാ? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യൻ്റെ നാക്കിനും മധുരവും തലച്ചോറിന് ബുദ്ധി ഉണ്ടാക്കുന്ന തേനയുടെ ദേവതയായിട്ട് ജനിക്കാൻ പോവാണ്. ഭഗവതി 10ാമത്തെ അവതാരം ഭ്രമരെന്ന് തേനീച്ച, ഭ്രമരിയായി ജനിക്കുന്നു. പക്ഷേ 10ാമത്തെ ദിവസം നമ്മുടെ നവരാത്രിയിലില്ല. കാരണം അത് കലിയുഗത്തിൽ വരാൻ പോകുന്ന അവതാരമാണ്. അതുകൊണ്ട് 9 ദിവസം മാത്രമേ പൂജയുള്ളൂ. അങ്ങനെ 1ാം ദിവസം ജ്ഞാനേശ്വരിക്കും, 2ാം ദിവസം ദുർഗാഭഗവതിക്കും ദുർഗാപൂജയ്ക്കും, 3ാം ദിവസം പാർവതി പൂജയ്ക്കും, 4ാം ദിവസം കാളി പൂജയ്ക്കും, 5ാം ദിവസം ധനത്തിൻ്റെ പൂജയ്ക്കും ലക്ഷ്മി പൂജയ്ക്കും, 6ാം ദിവസം അറിവിൻ്റെ സരസ്വതിയുടെ പൂജയ്ക്കും, 7ാം ദിവസം പ്രേമത്തിൻ്റെ രാധയുടെ അവതാര ദിവസവും, 8ാം ദിവസം അറിവ് ബഹിർഗമിക്കുന്ന ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് മനുഷ്യൻ്റെ അറിവിൻ്റെ പ്രദർശനം വരുന്ന ദിവസമാണ്. 9ാം ദിവസം ശക്തീശ്വരിയായി പൂജയ്ക്ക് വെച്ച ആയുധവും പേനയൊക്കെ പുറത്തെടുത്ത ശേഷം, പൂജയ്ക്ക് വെച്ച സാരി പുറത്തെടുത്ത ശേഷം അത് ഉടുത്തോണ്ട് ഇറക്കാണ്. ഏത് പുരുഷൻ കണ്ടാലും ആ പെണ്ണിനെ ആകർഷിച്ചു. അതാണ് പൂജ വെച്ച സാരി ഉടുത്തുകൊണ്ട് പെണ്ണ് 10ാം ദിവസം പുറത്തിറങ്ങിയാൽ കാമുകൻ അപ്പം ഉണ്ടായിരിക്കും. അതാണ് പൂജയുടെ പ്രത്യേകത. ആ ശക്തീശ്വരിയായിട്ടാണ് 9ാം ദിവസം. അങ്ങനെ ഭഗവതിയുടെ 9 ദിവസങ്ങൾ, 9 അവതാരങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ നവരാത്രിയുടെ പൂജകളാണ്, 9 രാത്രിയുടെ പൂജകളാണ്. 10ാം ദിവസം കർണാടകത്തിലെ ദസറ 10ാമത്തെ ഉത്സവമാണ്. ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങൾ 9 ദിവസമേ ഉള്ളൂ. അങ്ങനെ 9 ദിവസം ഭഗവതിയുടെ 9 അവതാരങ്ങളെ എടുത്തിട്ട് നമ്മൾ പൂജ ചെയ്യുന്നതാണ് നവരാത്രി എന്ന് പറയുന്നത്. കേരളത്തിലെ നവരാത്രി മണ്ഡപങ്ങളുണ്ട്, പ്രസിദ്ധങ്ങളായ നവരാത്രി മണ്ഡപങ്ങളുണ്ട്. ആ മണ്ഡപങ്ങളോടൊപ്പം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ സരസ്വതി ദേവി അനുഗ്രഹിച്ച സ്വാതിനാൽ മഹാരാജാവിനാൽ തുടക്കമിടിയിച്ച പ്രസിദ്ധമായ നവരാത്രി പൂജ ഏതാണ്ട് 200 വർഷം ഈ മൈതാനത്ത് നടക്കുകയാണ്. ആ വലിയ ശൃംഖലയിൽ പങ്കെടുക്കാനും ദേവിയുടെ 9 അനുഗ്രഹങ്ങൾ കൈപ്പറ്റാനും ഈ നവരാത്രിയുടെ ഉത്സവങ്ങൾ ഭക്തരെ സഹായിക്കട്ടെ. ഇത് അറിവിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും വലിയ ദിവസങ്ങളായി മാറുകയാണ്. ഇതിലൊരു ദിവസവും ശപിക്കാനായി തന്നിട്ടില്ല.
ഒരു ദിവസവും ശത്രുവിനെ ശപിക്കാൻ ഒക്കെയില്ല, കഴിവുകൊണ്ട് ശത്രുവിനെ നേരിടാം. പക്ഷെ നവരാത്രിയുടെ പ്രത്യേകത ആ 9 ദിവസവും ആരോടും വിരോധം വെച്ച് പുലർത്താനോ ആരെയും ശപിക്കാനോ നമുക്ക് അവകാശമില്ല. അത് നവരാത്രിയുടെ വലിയൊരു പ്രത്യേകതയാണ്. മറ്റ് പല ദിവസവും ശത്രു സംഹാര പൂജ ചെയ്യാൻ പറ്റും. നവരാത്രി 9 ദിവസവും ശത്രു സംഹാര പൂജ ചെയ്യാനൊക്കത്തില്ല. ശത്രുവിനെ സംഹരിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ടായിരിക്കണം, അല്ലാതെ അതിന് ദേവിയും കൂട്ടുപിടിക്കാൻ പറ്റിയില്ല. ശത്രു സംഹാര പൂജയില്ല. ആവാഹിക്കുന്ന ഒരു പൂജ 9 ദിവസം ചെയ്യാൻ ഒക്കത്തില്ല. ആരുടെയും ശക്തി ആവാഹിച്ചെടുക്കാൻ പറ്റില്ല. ആർക്കും മരണം ആഗ്രഹിക്കാൻ ഈ 9 ദിവസം പറ്റില്ല. ഈ 9 ദിവസത്തെ പൂജകളും പോസിറ്റീവ് ചിന്തകളാണ്, നെഗറ്റീവ് ഒന്നുമില്ല, പോസിറ്റീവാണ്. അതാണ് നവരാത്രിയുടെ പ്രത്യേകത. അതുകൊണ്ട് 9 ദിവസത്തിന് മുമ്പ് നമ്മൾ എന്തായിരുന്നുവോ ആ കഴിവുകളെ പരിപോഷിപ്പിച്ച് 9 ദിവസത്തെ പൂജകൾക്ക് ശേഷം നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രസംഗം 6 മണി വരെയാണ് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ 6 മണിയാവുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ നവരാത്രിയുടെ 9 ദിവസങ്ങളും 9 പൂജകൾ ചെയ്ത് പോസിറ്റീവായ മൈൻഡോടുകൂടി പുതിയ യുഗത്തിൻ്റെ പുതിയ സൃഷ്ടികളായി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാ ഐശ്വര്യവും കൊണ്ടുവരാൻ ഈ സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി പൂജകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.